2006 സെപ്റ്റംബർ 5-ാം തീയതിയിലെ മലയാള മനോരമ ന്യൂസ് പേപ്പറിനകത്ത് ഫ്രണ്ടിൽ ഫോട്ടോ അടക്കം പപ്പ ആ മണ്ണിനകത്ത് പെട്ടിരിക്കുന്നതും പപ്പയുടെ കാലും ആ ഒരു ചെരുപ്പ് ഇട്ടിരിക്കുന്ന ഫോട്ടോ അടക്കം മനോരമ പത്രത്തിൽ വന്നതാണ്. അതിനകത്ത് ഹെഡിങ് കൊടുത്തതും ഇങ്ങനെയായിരുന്നു, സനു പറഞ്ഞില്ല അച്ഛന്റെ മരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഹെഡിങ് വരെ കൊടുത്തിരുന്നത്. എന്റെ ഹൃദയം ആ സമയത്ത് തകർന്നു പോയി. എനിക്ക് ദൈവമേ, ഇനി ആരും ഇല്ലല്ലോ. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ സനൂപ് എസ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് ഏറെ അനുഗ്രഹമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തൻ്റെ ബാല്യം മുതൽ ഇങ്ങോട്ടുള്ളതായ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നമുക്കെവർക്കും അനുഗ്രഹമായി തീരും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പാപത്തിൻ്റെ വഴികളിൽ നിന്ന്, ലോകത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന്, ശത്രുവായ അവൻ്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം പ്രിയ സഹോദരനെ വിടുവിച്ച വിധങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നശിച്ചു പോയ ഇടത്തു നിന്ന് പണിതെടുത്ത, തകർന്നു പോയ ഇടത്തു നിന്ന് ഒരുക്കിയെടുത്ത സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അരോമ ടി വിയുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് മുഖാന്തരം വിവരങ്ങൾ അറിയിക്കുക. ഞങ്ങളതിന് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിശേഷിയാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളിത്തം വഹിക്കാം. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സഹോദരൻ സനൂപിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചോദിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സനൂപ് എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിൽ ആലത്തൂരാണ് ജനിച്ചത്. എനിക്ക് പപ്പ, മമ്മി, അതുപോലെ തന്നെ എനിക്കൊരു സഹോദരിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ബാംഗ്ലൂരാണ്. എൻ്റെ ഭാര്യ, എനിക്ക് 2 മക്കൾ, ഞങ്ങൾ കുടുംബമായി സന്തോഷമായിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ഡാനിയൽ ജോൺ പാസ്റ്ററോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച്, ദൈവം എന്നെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവെക്കുവാൻ ദൈവം തന്ന സാഹചര്യത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദിയെ അർപ്പിക്കുകയാണ്. എൻ്റെ സാക്ഷ്യത്തിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ അത് സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ ജനനം എന്ന് പറയുന്നത്, ഞാൻ പാലക്കാട് ജില്ലയിൽ ആലത്തൂരാണ് ഞാൻ ജനിച്ചത്. അതിനുശേഷം ഞാൻ അവിടെ ജനിച്ചു. എൻ്റെ മമ്മിയുടെ വീടാണ് പാലക്കാട്. എൻ്റെ പപ്പയുടെ വീട് കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് അർത്തിയാകുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു എൻ്റെ പപ്പയുടെ വീട്. അപ്പം എൻ്റെ ജനനത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് നാൾ കോട്ടയത്തേക്ക് പോയി. അവിടെ പോയ ശേഷം അവിടെ മീനച്ചിലാറിനോടുള്ള തീരത്താണ് ഞങ്ങൾ വീട് വെച്ച് താമസിച്ചിരുന്നത്. വീടെന്ന് പറയാൻ ഒരു വലിയ വീടൊന്നുമല്ല, വളരെ ചെറിയൊരു കുടിലായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ചെറിയൊരു കുടിലിലാണ് ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഓലയൊക്കെ മേഞ്ഞ്, ചിലപ്പോൾ ചെറിയ ടാർ ഷീറ്റ് ഒക്കെ മേഞ്ഞിട്ടുള്ള വീടുകളായിരുന്നു. അപ്പൊ നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല ഒത്തിരി മഴ പെയ്യുമ്പോൾ വീടിനകം മുഴുവൻ ചോരും. അപ്പൊ ഞങ്ങളെയും കൊണ്ട് എൻ്റെ മാതാവും പിതാവും ഒരു മൂലയിലേക്ക് മാറി ഇരിക്കും. കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ചോരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്യും, ഒരു മൂലയിലേക്ക്, മഴ ചോരാത്ത ഒരു മൂലയിലേക്ക് മാറിയിരിക്കും. അപ്പൊ ഞാനൊരു കൈക്കുഞ്ഞായിരുന്നു.
എനിക്കൊരു എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ല. ചേച്ചിയെ നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയുടെ അനിയത്തിയുമാണ് ചേച്ചിയെ നോക്കിക്കൊണ്ടിരുന്നത്. അവർ പാലക്കാട് തന്നെയായിരുന്നു. അപ്പൊ ഞാനും അമ്മയും അച്ഛനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒത്തിരി എനിക്ക് ഏകദേശം ഒരു 1.5-2 വയസ്സായപ്പോഴേക്കും തന്നെ ഈ മഴയുടെയും ഇതിന്റെയൊക്കെ പ്രശ്നം കാരണം എൻ്റെ മമ്മി ഞങ്ങളെയും കൊണ്ട് പാലക്കാട്ടേക്ക് വന്നു. പാലക്കാട്ടേക്ക് വന്ന് അവിടെ താമസമായി. എന്നാൽ പപ്പ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും, പാലക്കാട്ടേക്ക് വരും. കാര്യങ്ങളൊക്കെ നല്ല സ്നേഹത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലെങ്കിൽ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. ഞങ്ങളൊരു നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് യേശുവിനെ അറിയാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ അവിടെ കോട്ടയത്തായിരുന്ന സമയങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു മഴയുടെയും വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഒത്തിരി വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങള് അടുത്തുള്ള വീടുകളിലെ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എൻ്റെ മമ്മിക്ക് ഒത്തിരി ഭയങ്കര സങ്കടമായിരുന്നു ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മഴയത്തും വെള്ളത്തും എല്ലാം എപ്പോഴും മഴ പെയ്യുന്നു, അതുപോലെ വെള്ളം പൊങ്ങുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പം എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു അമ്പലങ്ങളിൽ പോവുകയും അതുപോലെ തന്നെ അവിടെ ഭയങ്കരമായിട്ട് പൂജകളിലും കാര്യങ്ങളും എല്ലാത്തിലും വളരെ അങ്ങനെ ഒത്തിരി അവിടെയുള്ള ഭക്തി അതുപോലെ അമ്മ കാണിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഒരു സമയം ഞങ്ങൾ ഏകദേശം ഇവിടെ പാലക്കാട് വന്നതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് തോന്നി വീണ്ടും ഞങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന്, കോട്ടയത്തേക്ക് അമ്മ അച്ഛൻ്റെ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, കോട്ടയത്തേക്ക് വീണ്ടും ഞങ്ങൾ പോയി. വീണ്ടും അവിടെ പോയ സമയത്താണ് അവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആന്റി ഉണ്ടായിരുന്നു, ആലീസ് ആന്റി. ആ ആന്റി അമ്മയെ വന്ന് എപ്പോഴും സംസാരിക്കും, കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അമ്മയുടെ ഇങ്ങനെ സങ്കടങ്ങളും അതുപോലെ തന്നെ എൻ്റെ പപ്പ നല്ലൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനി ഒത്തിരി ഭയങ്കരമായിട്ട് മദ്യം കഴിക്കും. പക്ഷെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പയും മമ്മിയും ഞാൻ കണ്ടിടത്തോളം എൻ്റെ പപ്പയും മമ്മിയും ഭയങ്കര സ്നേഹമുള്ളവരായിരുന്നു. പപ്പ എത്ര മദ്യപിച്ച് വന്നാലും എൻ്റെ മമ്മിയെ ഒന്ന് തല്ലുകയോ ഇല്ലെങ്കിൽ ദേഷ്യത്തിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അത്രയും ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഭയങ്കര മദ്യപാനം കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പപ്പ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആരോഗ്യം മുഴുവൻ ഇങ്ങനെ സമ്പാദിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം വൈകുന്നേരം ആകുമ്പോൾ ഈ മദ്യപിച്ച് വരും. ഞങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും തിന്നാൻ മേടിച്ചുകൊണ്ട് വരും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് അരിയോ സാധനങ്ങളോ അന്നന്ന് വേണ്ട കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരും. എന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള പെട്ടെന്ന് ഒരു അസുഖം വന്നു, ഒന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ആ സമയത്ത് എവിടെ നിന്നാണ് പൈസ എങ്ങനെ ചെലവാക്കണം എന്നുള്ള ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പപ്പയ്ക്ക് അന്ന് തന്നെ നല്ല ശമ്പളം, നല്ല അധ്വാനിക്കുന്ന ആളായതുകൊണ്ട് രാവിലെ തന്നെ പോകും, രാത്രി ഒത്തിരി നേരം വൈകിട്ടായാലും സമ്പാദിക്കുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ ഏകദേശം ഒരു 75-80% ഈ മദ്യപാനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം പപ്പ നല്ല ആരോഗ്യമുള്ള ശരീരമായതുകൊണ്ട് പപ്പയ്ക്ക് കുറച്ചൊക്കെ മദ്യപിച്ച ഒന്നും ആവത്തില്ല. അപ്പൊ പപ്പ ഒത്തിരി മദ്യപിക്കുമ്പോൾ ഒത്തിരി പൈസ ചെലവാക്കണം. അങ്ങനെയാണ് എൻ്റെ പപ്പയുടെ പൈസ മുഴുവൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് മമ്മിക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയി. ആ സമയത്താണ് ഈ ആലീസ് എന്ന് പറഞ്ഞ ആ ഒരു ആന്റി അമ്മയുടെ അടുത്ത് വരുവാനും മമ്മിയോട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നത്. അപ്പോൾ ഇതിന് സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ കിട്ടാൻ, നിങ്ങൾക്ക് ഒരു സാമ്പത്തിക അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, ഇതിനെല്ലാം ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കത്തില്ല. അത് സാധിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണെന്ന് എൻ്റെ അമ്മയോട് പറയുവാൻ ഇടയായി തീർന്നു. ആദ്യമൊക്കെ എൻ്റെ അമ്മ ആ സഹോദരിയെ, ഒരു ആന്റിയെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. കാരണം ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്പലമുള്ള ഒരു കുടുംബമായിരുന്നു. ഒരു പിള്ള ഫാമിലിയിൽ നിന്നാണ് ഞങ്ങൾ കടന്നു വന്നിരുന്നത്, യേശുവിലേക്ക് വരുന്നത്. അപ്പൊ ഒരു പിള്ള ഫാമിലി ആയതുകൊണ്ട് എൻ്റെ മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ, മുത്തശ്ശൻ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെ ഒരു ചേരി ചോള പാണ്ഡ്യ ഒരു സമൂഹത്തിൽ നിന്നും അവിടെ നിന്നാണ് ഈ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അവരാരും ഇറച്ചിയോ മത്സ്യങ്ങളോ ഒന്നും കഴിക്കത്തില്ല. പ്യുവർ വെജിറ്റേറിയൻ അങ്ങനെ സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ തറവാട് വീടിനകത്ത് ഒത്തിരി വിഗ്രഹങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ. അപ്പോൾ അതുപോലെ സ്വന്തം അമ്പലവും കാര്യങ്ങളും എല്ലാം ഉള്ള സമയത്ത് തന്നെ ഈ അമ്മയോട് ഇങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവം ആയിരുന്നില്ല. കാരണം അമ്മ വന്നിരിക്കുന്ന സാഹചര്യം അതാണ്, അമ്മ കണ്ടുവന്നിരിക്കുന്നത് അതാണ്. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ അംഗീകരിക്കുക, ഇവർ പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്.
അപ്പോ ആ, എന്നിരുന്നാലും അമ്മ ഇങ്ങനെ ഓരോ ദിവസവും അമ്മ ഈ ആന്റിയെ വളരെ ചില സമയത്ത് വേദനിപ്പിച്ച് വിട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊന്നും എന്നോട് പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ ആന്റി സ്നേഹത്തോടുകൂടെ, നമ്മൾ എത്ര ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും, അമ്മ എത്ര ദേഷ്യപ്പെട്ടാലും ആന്റി ഭയങ്കര സ്നേഹത്തിൽ തന്നെ എപ്പോഴും സംസാരിക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഒരു ഒരു മാറ്റം ഉണ്ടായി. എന്താണ്, നമ്മൾ സാധാരണ നമ്മൾ ഒരു വ്യക്തിയോട് ദേഷ്യപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഒരിക്കലും നമ്മളോട് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. കാരണം പിന്നെ നമ്മളുമായിട്ടൊരു സ്നേഹബന്ധം പുലർത്താൻ ശ്രമിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടാൽ ഒരിക്കലും അവര് പിന്നെ ഒരു സ്നേഹബന്ധത്തിൽ വരത്തില്ല. പക്ഷെ അമ്മ ഈ കാര്യങ്ങള് ആ, ആ, പറഞ്ഞാലും ആ ആന്റി അമ്മയോട് വളരെ സ്നേഹത്തിൽ എപ്പോഴും സംസാരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയുടെ കൈയുടെ ഇവിടെയായിട്ട് ഒരു മുഴ വന്നു. ഒരു മുഴ വന്ന് അമ്മയോട് എല്ലാവരും പലരും പറഞ്ഞു ഇത് ക്യാൻസർ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അമ്മയ്ക്കാണ് ഭയങ്കര വേദനയും ആകെ പേടിയായിരുന്ന സമയത്ത് ഈ ആലിസാന്റെ അടുത്ത് വന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ മുഴ തന്നെ പൊട്ടി അതിൽ നിന്ന് പഴുപ്പും ഇതെല്ലാം പോയി പൂർണ്ണ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി, നമ്മൾ ഇതുവരെ കൊണ്ട് നടന്നതല്ല വിശ്വാസം, ഈ അറിഞ്ഞ യേശുക്രിസ്തുവാണ് യഥാർത്ഥ വിശ്വാസം എന്ന് അമ്മയ്ക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അമ്മ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മ ആലിസാന്റിയുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. കൂടുതലായിട്ട് സംസാരിക്കുവാനും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഇടയായപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട്, അമ്മയ്ക്ക് ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം ഉള്ളിലേക്ക് വരുവാനിടയായി തീർന്നു. അങ്ങനെ എന്ത് ചെയ്തു, അമ്മ ആന്റിയോട് ചോദിച്ചു യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് അറിയേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന്. അപ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ വചനങ്ങളും സ്നേഹവും യേശു ക്രിസ്തു ഈ ഭൂലോകത്തിൽ വന്ന് സംസാരിച്ചതും കാര്യങ്ങളും ആയിട്ടുള്ളതെല്ലാം എൻ്റെ അമ്മയോട് പറയുവാനിടയായി തീർന്നു. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ അമ്മ ഇതുവരെ ആരാധിച്ചുകൊണ്ട് വന്നിരിക്കുന്ന, ഇതുവരെ കൊണ്ടു നടന്നിരുന്നവർക്കൊന്നും ഇങ്ങനെയുള്ള ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും അമ്മയുടെ ജീവിതത്തിൽ മനസ്സിലായില്ല. പലപ്പോഴും അമ്മയുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടും മാത്രമായിരുന്നു. പക്ഷെ യേശുവിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. അമ്മയുടെ ജീവിതത്തിൽ ഓക്കെ, ഞാൻ ആരാധിക്കേണ്ട ദൈവം യേശുവാണ് എന്ന് അമ്മയ്ക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. ഞാൻ വിശ്വസിക്കേണ്ട ദൈവം യേശുവാണ് എന്ന് അമ്മയ്ക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കോട്ടയത്ത് വെച്ച് എൻ്റെ അമ്മ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതിനുശേഷം അമ്മ ജലത്താൽ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. പക്ഷെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ സമയം കൊണ്ടെല്ലാം വളർന്നു വന്നുകൊണ്ടിരുന്നു. എൻ്റെ പെങ്ങളാണെങ്കിൽ പാലക്കാടാണ്, ഞാൻ ഇവരുടെ കൂടെയാണ്. പക്ഷെ എൻ്റെ അച്ഛൻ ഒരു മദ്യപാനാണ്. അച്ഛന് വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അച്ഛൻ യേശുവിനെ കുറിച്ച് അങ്ങനെ അറിയുവാനോ കാര്യങ്ങളോ ഒന്നും താല്പര്യമില്ല. പക്ഷെ എൻ്റെ അമ്മയോട് നല്ല സ്നേഹമായതുകൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടും അച്ഛൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരിക്കലും അച്ഛൻ വിശ്വാസത്തിലേക്ക് കടന്നു വരത്തില്ല എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കാരണം നമ്മൾ ജനിച്ചതും വളർന്നതും ഇങ്ങനെ കണ്ടതും എൻ്റെ സഹോദരിയായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് അറിയപ്പെട്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ വന്നായിരുന്നാലും അധികം ഞങ്ങളും അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യുവാൻ ഇടയായി തീർന്നില്ല. മാത്രമല്ല, അമ്മയ്ക്ക് ആ ആലിസാന്റി അല്ലാതെ വേറെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷെ സഭയിലേക്ക് ആ സമയത്ത് എല്ലാ ഞായറാഴ്ച ഒന്നും പോകുവാൻ പറ്റില്ല. കാരണം പപ്പ എപ്പോഴും ജോലിക്ക് പോകും വരും. അപ്പോൾ അങ്ങനെ ഇനി വീട്ടിലറിഞ്ഞ, അമ്മയ്ക്കാണെങ്കിൽ 3 ആങ്ങളമാരാണുള്ളത്, പിന്നെ ഒരു അനിയത്തിയുണ്ട്. അപ്പൊ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അമ്മ പക്ഷെ എന്നാലും ആലീസ് ആന്റിയോട് ചോദിക്കുകയും ഈ വചനം കേൾക്കുകയും എല്ലാം ചെയ്ത്, അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും കഴിഞ്ഞ് ഞാനത് 3-ാം ക്ലാസ്സിലേക്ക് ഈ കോട്ടയത്തിൽ പഠിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ 7-ാം ക്ലാസ് വരെ ഞാൻ കോട്ടയത്ത് പഠിച്ചു. കോട്ടയത്ത് പഠിച്ച ശേഷം, അപ്പൊ അതുവരെ അമ്മ ഇങ്ങനെ യേശുവിനെ പ്രാർത്ഥിക്കും, ചില സമയങ്ങളിൽ ചർച്ചിലേക്ക് ഇങ്ങനെ പോകും വരും, അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ 7-ാം ക്ലാസ്സിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ നേരെ കോട്ടയത്ത് നിന്ന് പാലക്കാട്ടേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. കാരണം കോട്ടയത്ത് ഞങ്ങൾ ഇരിക്കുന്ന ദേശത്ത് മുഴുവൻ മണൽ എടുക്കുവാനൊക്കെ ഇടയായി. അപ്പം മണൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഞങ്ങളുടെ വീടിന്റെ ചുറ്റും മണൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മണൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടും സ്ഥലവും മാത്രം നടുക്കായപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ വീടും കൂടെ ചിലപ്പം ആ ഒരു സ്ഥലമൊക്കെ ഇടിഞ്ഞു പോകാനിടയായി തീരും. അതുകൊണ്ട് എൻ്റെ പപ്പ മനസ്സിലായി. മാത്രമല്ല, ഞാൻ എപ്പോഴേക്കും 7ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ എൻ്റെ പപ്പയ്ക്ക് എൻ്റെ ജീവിതത്തിൽ നോക്കിയപ്പോൾ ഈ കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോൾ, കാരണം എൻ്റെ പപ്പ ഭയങ്കര ഒരു മദ്യപാനിയാണ്. എൻ്റെ പപ്പയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ്, അങ്കിള്, അതുപോലെ തന്നെ അവരുടെ മക്കള്, എല്ലാവരും മദ്യപാനം ഒരുപാടുള്ളത് കൊണ്ട് എൻ്റെ പപ്പയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഇനി എൻ്റെ മോനും ഇതിലേക്ക് തന്നെ വരും, മദ്യപിക്കും, അവനും എന്നെ പോലെ തന്നെ ഒരു കൂലിപ്പണിക്കാരനായി മാറുമെന്നൊക്കെ എൻ്റെ ആ പപ്പയ്ക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ ആ സ്ഥലം വേറെ ഒരാൾക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ നിന്ന് വിറ്റിട്ട് ഞങ്ങളെ കൊണ്ട് പാലക്കാട്ടേക്ക് പപ്പയും അമ്മയും വരുവാനിടയായി തീർന്നു. ഞങ്ങൾ പാലക്കാട്ടേക്ക് വന്നപ്പോൾ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ തറവാട് വീടായിട്ടുള്ള ഒരു 16 സെന്റ് സ്ഥലം, 16 സെന്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്. അത് തറവാടാണ്, എല്ലാവരുടെയും കൂടെ ഷെയർ ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനടുത്ത് തന്നെ വേറെ ഒരു 14 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു മണ്ണ് കൊണ്ട് കെട്ടിയിരിക്കുന്ന വീടാണ്. ഒരു മണ്ണ് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 ഇഞ്ച് 18 ഇഞ്ച് വണ്ണത്തിൽ മണ്ണ് കൊണ്ട് തന്നെ കെട്ടിയിരിക്കുന്ന ഒരു വീടാണ്. ഒരു 2 മുറിയും ഒരു ചെറിയ ഇതൊക്കെ ആയിട്ടുള്ള ഒരു പഴയ വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ആ വീടിന്റെ ഉടമസ്ഥൻ അവരെല്ലാവരും ചെന്നൈയിലായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഞങ്ങളോട് ഈ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ താമസിച്ചു. ഞങ്ങൾ ആ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ അമ്മയുടെ തറവാട് വീടിന്റെ അടുത്ത് തന്നെ ഞങ്ങളും താമസം തുടങ്ങി. അവിടെ വെച്ച് അമ്മ എന്ത് ചെയ്തു, കൂടുതലായിട്ട് യേശുവിനെ പ്രാർത്ഥിക്കാനും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ അമ്മയുടെ സഹോദരങ്ങളെല്ലാം അത് അറിയുവാനിടയായി തീർന്നു, യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ, ഞങ്ങളുടെ പെരുങ്കുളം എന്ന് പറഞ്ഞ ഒരു ദേശമാണ് പാലക്കാട് ആലത്തൂർ ജില്ലയിലെ പെരുങ്കുളം ദേശം. ആ ദേശത്ത് നിന്ന് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് യേശുവിനെ അറിയുവാനിടയായി തീർന്നത്. അത് ഇടയായത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു ദൈവദാസൻ, ഒരു ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ആ ദേശത്തേക്ക് കടന്നു വരികയും ആ ദേശത്ത് വെച്ച് അമ്മയുടെ കാണുകയും അമ്മയോട് കൂടുതലായിട്ട് യേശുവിനെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കോട്ടയത്ത് നിന്നുള്ള ഒരു അനുഭവം ഉണ്ട്. ആ അനുഭവത്തിലൂടെ അമ്മയ്ക്ക് മനസ്സിലായി യേശുവിനെ തന്നെ ഇനി ആരാധിക്കണം എന്നുള്ളത് മനസ്സിലായി. അമ്മ എന്ത് ചെയ്തു, ആരാധനയ്ക്ക് വേണ്ടി കടന്നുപോയി. കാട്ടുശ്ശേരി എന്ന് പറഞ്ഞ ഒരു ദേശത്ത് ഒരു ചെറിയ സഭ സ്ഥാപിച്ചു. ആ പാസ്റ്റർ സഭ തുടങ്ങിയപ്പോൾ ആ സഭയിലേക്ക് കടന്നു പോകും, പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് കുടുംബത്തിൽ നിന്ന് ഒത്തിരി എതിർപ്പായിരുന്നു, ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. നീ കോട്ടയത്ത് നിന്ന് ഒരു യേശുവിനെ കൊണ്ടുവന്ന് ഇവിടെ മുഴുവൻ മതം മാറ്റുവാന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ ഒരു കാര്യം പറഞ്ഞു, ഒരിക്കലും ഞാൻ മതം മാറിയിട്ടില്ല. എൻ്റെ പേര് ശകുന്തള എന്നാണ്. എൻ്റെ സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ എന്തെടുത്താലും അത് തന്നെയാണ്. ഞാൻ മതം മാറിയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് മാറി, എൻ്റെ മനമാണ് മാറിയത്. കാരണം എന്നെ വിടുവിച്ച ദൈവം യേശുവാണ്. ആ യേശു ജീവിക്കുന്നുവെന്ന് എൻ്റെ അമ്മയുടെ സഹോദരങ്ങളോടെല്ലാം പറയുവാനിടയായി തീർന്നു. ഇതിനിടയ്ക്ക് എൻ്റെ അങ്കിളിന് ഭയങ്കരമായിട്ടൊരു രോഗം പിടിപെട്ടു. കാരണം എൻ്റെ അങ്കിള് കാസർഗോഡായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു സംഭവം കണ്ടതിന് ശേഷം എൻ്റെ അങ്കിൾ മാനസികമായി തളർന്നു പോയിട്ട് ഒരു മാനസിക രോഗിയായി മാറിയ ശേഷം അങ്കിള് അവിടുത്തെ അങ്കിള് നല്ലൊരു ടൈലറായിരുന്നു, നല്ലൊരു സമ്പാദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ട് എൻ്റെ അങ്കിളുടെ പേര് രാമചന്ദ്രൻ എന്നാണ്. അങ്ങനെ അങ്കിള് പാലക്കാട്ടേക്ക് കടന്നു വരുവാനിടയായി തീർന്നു, കാസർഗോഡ് നിന്ന്. അങ്ങനെ പാലക്കാട്ടേക്ക് വന്ന ശേഷം അവിടെ വെച്ച് എൻ്റെ അമ്മയായിട്ട് സംസാരിച്ചു. അമ്മ യേശുവിനെ കുറിച്ച് പറയുവാനിടയായി തീർന്നു. യേശുവിനെ കുറിച്ച് പറയുകയും യേശുവാണ് വിടുവിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ യേശുവിനെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ അങ്കിളിന് ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായി. എൻ്റെ അങ്കിള് ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനിടയായി തീർന്നു. എൻ്റെ അങ്കിളുടെ രോഗം എല്ലാം മാറുവാനിടയായി തീർന്നു. ഇന്ന് എൻ്റെ അങ്കിൾ നല്ലൊരു കുടുംബവും കല്യാണം കഴിച്ച് 2 മക്കളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നു. അപ്പൊ അങ്ങനെ അവർക്കും ഇതായപ്പോൾ ഇത് കണ്ട് എൻ്റെ മൂത്ത അങ്കിളുടെ പേര് കൃഷ്ണമൂർത്തി എന്നാണ്. മൂത്ത അങ്കിൾ, ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട് ജില്ലയിൽ ഒത്തിരി ഭജന പാട്ടിന് പോകുകയും അതുപോലെയുള്ള അമ്പലങ്ങളിൽ പാട്ടുകൾ പാടുകയും അങ്ങനെയൊക്കെ ഭയങ്കര ആ ഒരു ഭക്തിയിൽ ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ എൻ്റെ ഈ ചെറിയ അങ്കിളുടെ മാനസിക രോഗം മാറിയത് കണ്ടപ്പോൾ എൻ്റെ മൂത്ത അങ്കിളിനും ഭയങ്കരമായിട്ട് അതിൽ സന്തോഷമായി. അങ്ങനെ എൻ്റെ മൂത്ത അങ്കിളും യേശുവിനെ അറിയുവാനിടയായി തീർന്നു. അങ്ങനെ യേശുവിനെ അറിഞ്ഞ ശേഷം എൻ്റെ അങ്കിൾ യേശുവിന് വേണ്ടി പാട്ടുകൾ എഴുതുവാൻ തുടങ്ങി.
എൻ്റെ രണ്ടാമത്തെ അങ്കിള് യേശുവിന് വേണ്ടി 200 പാട്ടുകളോളം യേശുവിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. നല്ലൊരു പാട്ട് പാടുന്ന ഒരു എൻ്റെ അങ്കിള് നന്നായി പാട്ട് പാടും. അതുപോലെ എൻ്റെ മൂത്ത അങ്കിളും നന്നായി പാട്ട് പാടും. ഒത്തിരി പാട്ടുകൾ യേശുവിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വേറെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, മുരളീധരൻ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മൂത്ത അങ്കിൾ കൃഷ്ണമൂർത്തി, രണ്ടാമത്തെ അങ്കിൾ മുരളീധരൻ, മൂന്നാമത്തെ അങ്കിളുടെ പേരാണ് രാമചന്ദ്രൻ. അപ്പോൾ ഈ ഇടയിലുള്ള ഈ മുരളീധരൻ അങ്കിളിന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ യേശുവിലൊന്നും അങ്ങനെ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്പലങ്ങളിലും കാര്യങ്ങളിലും എല്ലാം ആശ്രയിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ അങ്കിളിന് നല്ല പനി പിടിച്ചിട്ട് ഞങ്ങളുടെ ആലത്തൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ശേഷം അവിടുത്തെ നേഴ്സ്, അവിടുത്തെ കാര്യങ്ങളെല്ലാം ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ നേഴ്സ് ഒരു ഇഞ്ചക്ഷൻ മാറി കുത്തിവെച്ചപ്പോൾ എൻ്റെ അങ്കിളിന് ഭയങ്കരമായിട്ട് അവിടെ വെച്ച് വായിലൂടെ എല്ലാം ഈ പപ്പും പതയെല്ലാം വരുവാനിടയായി തീർന്നു. പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ച് എൻ്റെ അമ്മ എൻ്റെ ആന്റിയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എൻ്റെ പപ്പയും ഉണ്ടായിരുന്നു. എൻ്റെ പപ്പ പറഞ്ഞു, പെട്ടെന്ന് എന്ത് ചെയ്തു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിൽ കയറ്റിയ സമയത്ത് അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, മരുന്ന് മാറി കുത്തിയതാണ്, ഭയങ്കര പ്രയാസമാണ്, ഇനി ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്, മരണം മുമ്പിലാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. ഇനി രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ആന്റിയോട് പറഞ്ഞു, എൻ്റെ അങ്കിളുടെ വൈഫിനോട്, എൻ്റെ ആന്റിയോട് പറഞ്ഞു, ഇല്ല, എൻ്റെ അനിയന് ഒന്നും സംഭവിക്കത്തില്ല, എൻ്റെ ആങ്ങളയ്ക്ക് ഒന്നും സംഭവിക്കില്ല, നിന്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല. ഇവിടെ നമ്മളെ വിടുവിക്കുവാൻ, ഇവിടെ നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കൂടെ യേശു ഉണ്ട്. നീ ഈ ഹോസ്പിറ്റലിൽ വെച്ച് യേശുവിനെ വിശ്വസിച്ചാൽ, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ സഹോദരനെ, നിന്റെ ഭർത്താവിനെ യേശു വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ ആന്റിയോട് പറഞ്ഞു. അപ്പൊ അന്ന് വരെ അവർ ഇങ്ങനെ ഒരു വിഗ്രഹങ്ങളെല്ലാം ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിലവർക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ഇത് പറഞ്ഞതോടുകൂടെ എൻ്റെ അമ്മയോട് എൻ്റെ ആന്റി പറഞ്ഞു, ഓക്കെ, ഞാൻ ചേച്ചി പറയുന്നത് ഞാൻ വിശ്വസിക്കാം, എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ യേശുവിനെ വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിന്റെ ആ വരാന്തയിൽ നിന്ന് എൻ്റെ ആന്റി യേശുവിനെ ഉറക്കെ നിലവിളിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്ന വിധം എൻ്റെ അങ്കിളിന്റെ ഹാർട്ട് ബീറ്റുകൾ കറക്റ്റ് ആയിട്ട് വരുവാൻ തുടങ്ങി. വൈറ്റൽസ് എല്ലാം, BP കാര്യങ്ങളെല്ലാം നോർമൽ ആകുവാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. എൻ്റെ അങ്കിൾ ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് വരുവാനിടയായി തീർന്നു. ഡോക്ടേഴ്സ് വരെ പറഞ്ഞു, ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവമാണ് വിടുവിച്ചതെന്ന് അന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് വരെ പറഞ്ഞതാണ്. അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ അങ്കിൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷെ എൻ്റെ അങ്കിൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ യേശുവിനെ അറിഞ്ഞ ഒരു മകനായിട്ടാണ് എൻ്റെ അങ്കിൾ വരുവാനിടയായി തീർന്നത്. അങ്ങനെ അവിടെ വെച്ച് അവരും വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ അതിന് ശേഷം എൻ്റെ അമ്മയുടെ അനിയത്തിയെ പൊള്ളാച്ചിയിലേക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. ദൈവത്തിന്റെ ആ കരുതൽ ഞാൻ അപ്പോഴാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വെച്ച് ഒരു ദൈവദാസൻ എൻ്റെ അമ്മയുടെ അനിയത്തിയോട്, എൻ്റെ ആ ഇളയ ആന്റിയോട് സംസാരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ ഇളയ ആന്റിയും എന്ത് ചെയ്തു, യേശുവിനെ സ്വീകരിക്കണം, എൻ്റെ ചേച്ചി യേശുവിലൂടെ വിശ്വാസത്തിലേക്ക് വന്നു, യേശുവിന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞു എന്ന് മനസ്സിലായി. എൻ്റെ ആന്റിയും എൻ്റെ ആന്റിയുടെ ഹസ്ബൻഡും എൻ്റെ വേറെ അങ്കിളും എന്ത് ചെയ്തു, എൻ്റെ യേശുവിലേക്ക് വരുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ മമ്മിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും 5 പേരും, 3 സഹോദരന്മാരും ഒരു അനിയത്തിയും എൻ്റെ അമ്മയും അടക്കം എല്ലാവരും വിശ്വാസത്തിലേക്ക്, യേശുവിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ തന്നെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന കാര്യങ്ങളൂടെ ഞാൻ പറയുകയാണ്. ഈ വന്നതിന് ശേഷം ഞാൻ 7ാം ക്ലാസ്സിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് 8ാം ക്ലാസ്സിലേക്ക് ഞാൻ പാലക്കാട്ടേക്ക് വന്നു. പാലക്കാട്ടേക്ക് വന്ന ശേഷം ഈ സമയങ്ങളിലെല്ലാം എന്ത് ചെയ്തു, ഞാൻ യേശുവിനെ ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ നമുക്ക് രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ല, കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിലേക്ക് വന്നു. 10ാം ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ
തോൽക്കുവാൻ ഇടയായി തീർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക പരാജയം എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു തോൽവിയായിരുന്നു എനിക്ക് നേരിട്ടത്. ഞാൻ 10ാം ക്ലാസ്സില് ഏകദേശം ഒത്തിരി പേര് പഠിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ആലത്തൂർ ASMM HSS എന്ന് പറഞ്ഞ ആ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അവിടെ വെച്ച് എനിക്ക് തോൽവി ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലും ഉന്നത വിജയം നേടിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരിലും ഏറ്റവും ഉന്നതമായി തോറ്റു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഞാനൊരു തോൽവി ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് കണക്കിന് 100ൽ 2 മാർക്കായിരുന്നു. അന്ന് വരെ ആർക്കും കിട്ടാത്ത ഒരു ഗ്രേഡായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഗ്രേഡ്. ആ ഒരു ഗ്രേഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞാൻ സബ്ജക്റ്റുകളിലെല്ലാം തോറ്റു. 10ാം ക്ലാസ്സിൽ തോറ്റു. എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുവാനും എന്നെ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റുപോയില്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിലെല്ലാം അവരുടെ മുഖം നമ്മളിലേക്ക് നോക്കുമ്പോൾ, അവരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും നമ്മൾ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ ഉള്ളത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകുവാൻ കഴിയും. അങ്ങനെ ഞാൻ വളരെ വേദനപ്പെട്ടു പോയി. വളരെ വേദനപ്പെട്ട് ദൈവമേ ഞാൻ 10ാം ക്ലാസ് തോറ്റു, ഇനിയിപ്പോ എന്താ, എനിക്ക് കാരണം പഠിക്കുവാനും കഴിവില്ല. പഠിക്കുവാൻ കഴിവില്ലാത്ത ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി എന്താ ചെയ്യണ്ടേ എന്നൊന്നും അറിയാണ്ട് ഞാൻ എന്ത് ചെയ്തു, ആലത്തൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഞാൻ പോയി. അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ജോലി ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇനി പഠിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ ഞാൻ അവിടേക്ക് പോയി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും വന്ന ശേഷം ഞാൻ ആലോചിച്ചു ഇനിയിപ്പോ കോയമ്പത്തൂർ വേണ്ട, ഇനി വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ അവിടെ TVSന്റെ തന്നെ ഒരു ടയർ കമ്പനിയുണ്ട്. ആ ടയർ കമ്പനിയുടെ ഒരു ചെറിയൊരു, ഇവിടെ ഈ ടയറിന്റെ സൈഡിലെല്ലാം ഒരു പേര് വരും. ആ പേര് വരുന്ന ഒരു ഗോഡൌണിൽ ചെയ്യുന്ന ഗോഡൌണിൽ ഞാൻ ഒരു ജോലിക്ക് കയറി. അപ്പൊ ഞാൻ അവിടെ ജോലിക്ക് കയറുമ്പോൾ അവിടെ രാത്രി കാലങ്ങളിൽ ഞാൻ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിന്റെ റോഡ് സൈഡിലായിരിക്കും ഞാൻ കിടക്കാറ്. അങ്ങനെ അവിടെ കിടക്കും, ഞാൻ അവിടെ നിന്ന് ആ ജോലി ചെയ്യും. അങ്ങനെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ച് അവിടെ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന സമയത്താണ് ഒരു ദൈവദാസൻ, എൽദോ പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഞാൻ ആ സമയമായപ്പോഴേക്കും ഞാൻ നല്ലൊരു മദ്യപാനിയായി അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ 10ാം ക്ലാസ്സിലേക്ക് വന്ന് കഴിഞ്ഞ ശേഷം ഇങ്ങനെ കോയമ്പത്തൂർക്ക് പോയി, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ചെന്നൈയിലേക്ക് പോയി. ഇവിടുന്ന് എല്ലാം തിരിച്ചു വരുമ്പോഴെല്ലാം ഞാൻ ഭയങ്കര മദ്യപാനിയും, അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം 40 സിഗരറ്റ് വലിക്കുമായിരുന്നു. 40 സിഗരറ്റ് മാത്രമല്ല, എനിക്ക് ഈ കിക്ക് പറ്റാതായിട്ട് സോഡയിലേക്ക് ഞാൻ ഈ ഹാൻഡ്സ് പൊട്ടിച്ചിട്ടിട്ട് ഞാൻ സോഡ കുടിക്കുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ എനിക്ക് ഒരു കിക്ക് ലഭിക്കുമോ അതെല്ലാം ഞാൻ നോക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ സമയങ്ങളിൽ വലിയ ഡ്രഗ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാത്തത് കൊണ്ടും അതിലേക്കൊന്നും ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ ഇടയായില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഉള്ള മദ്യവും അതുപോലെ തന്നെ സിഗരറ്റും ഈ ഹാൻഡ്സ് സോഡയിൽ ഇട്ട് കുടിക്കുന്നതുമായിട്ടുള്ള ശീലങ്ങളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ഞാൻ നല്ല മദ്യപിച്ചിട്ടാണ് വന്നത്. മദ്യപിച്ച് വന്ന് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ദൈവദാസൻ കയറി വരുന്നത്. ഈ ദൈവദാസൻ കയറി വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ദൈവദാസനെ കണ്ടു. ഈ പാസ്റ്റർ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ പാസ്റ്റർക്ക് മനസ്സിലായി ഞാൻ നന്നായിട്ട് മദ്യപിച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ ഹൃദയത്തൊത്തി വേദന, ഞാൻ 10ാം ക്ലാസ് തോറ്റു, ഇതായി ഭയങ്കര ബുദ്ധിമുട്ട്, ഇനി എന്താ അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു വേദനയപ്പെട്ട ഒരു അസമാധാനത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശരി ഓക്കെ, ഇനി എന്തായാലും ദേവദാസൻ വന്നല്ലോ. ദേവദാസനോടൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ ദേവദാസൻ എന്നോട് പറയുവാനിടയായി തീർന്നു, സനൂപേ, ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് നമ്മുടെ ഇടയിൽ. അത് നിന്റെ മമ്മി അറിഞ്ഞു, നീ അത് പക്ഷെ അറിഞ്ഞില്ല, നീ ഈ ദിവസങ്ങൾ അറിയണമെന്ന് എന്നോട് സ്നേഹത്തിൽ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു താല്പര്യം ഉണ്ടായി. ദേവദാസൻ പറയുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ പാസ്റ്ററെ, എനിക്ക് പാസ്റ്ററോട് ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായി. അങ്ങനെ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഉണ്ടായപ്പോൾ ഞാൻ പാസ്റ്ററുടെ വീട്ടിലേക്ക് കടന്നു പോവുകയും അവിടെ പോയിട്ട് ദൈവവചനം കേൾക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഞാൻ ഈ മദ്യപിക്കുകയും സിഗരറ്റ് വലി എല്ലാം ഉണ്ട്. കാരണം നമുക്കത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഈ
മദ്യപാനവും ഈ പുകവലിയെല്ലാം നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കൊണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. എൻ്റെ ജീവിതത്തിലൂടെ അത് തെളിഞ്ഞ ഒരു സംഭവമാണ്. ഞാൻ പല സമയങ്ങളിൽ ദൈവദാസനോട് സംസാരിക്കുമ്പോൾ തന്നെ ഇതെനിക്ക് സ്റ്റോപ്പ് ചെയ്യണം, എങ്ങനെയെങ്കിലും എനിക്ക് ഒന്ന് ഒരു മുക്തി വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്നറിയത്തില്ല, എനിക്കൊരു വൈകുന്നേരങ്ങളിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ സമയങ്ങളിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണോ ഇനി ചിന്തയിൽ നിന്നാണോ എന്താണെന്നറിയില്ല, എനിക്കിത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഇങ്ങ് കയറി വരികയാണ്. അപ്പോൾ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് പല സമയങ്ങളിൽ ഞാൻ ഈ ദൈവദാസന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം ഞാൻ സിഗരറ്റ് മേടിച്ച് കത്തിച്ചിട്ട് അത് പകുതി വലിച്ച ശേഷം വേണ്ട, ഈ നശിച്ച സാധനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. വലിച്ചെറിഞ്ഞ ശേഷം ഞാൻ പിന്നെയും ഒരു 10 അടി 15 അടി നടന്ന ശേഷം എനിക്ക് ടെൻഡൻസി ആയിട്ട് ഞാൻ ഈ വലിച്ചെറിഞ്ഞ സാധനം തിരിച്ചു പോയി വന്ന് എടുത്തിട്ട് വലിച്ച സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിനൊരു അഡിക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് ഒരു മുക്തി എങ്ങനെ നേടണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവദാസൻ എന്നോട് ഓരോ ദിവസങ്ങളിലും എന്നോട് സംസാരിച്ചു, വചനം പറഞ്ഞ് എനിക്ക് മനസ്സിലായി, ദൈവമേ, ദൈവത്തെ കൊണ്ട് മാത്രമേ എൻ്റെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവമേ, ഞാൻ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് അന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഇതിൽ നിന്നൊരു മുക്തി വേണം. ഞാൻ ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ എനിക്കൊരു വിടുതൽ വേണം എന്ന് ഞാൻ പറഞ്ഞു. അത് ഏകദേശം 2006 ആ സംഭവം നടക്കുന്നത്. 2006 ഞാൻ അങ്ങനെ ഇത് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവദാസൻ പറഞ്ഞ വചനങ്ങളെ ഞാൻ മനസ്സിലാക്കി. യേശുവിന്റെ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അന്ന് അവിടെ വെച്ചിട്ട് ഞാൻ ഈ സാധനം സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു, ഓരോ ദിവസവും പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, എന്താന്ന് എനിക്ക് അറിയത്തില്ല. സത്യമായിട്ട് ഇത് കേൾക്കുന്നവരോട് എനിക്ക് പറയാൻ, ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഇങ്ങനെ ഒരു അഡിക്റ്റ് ആണെങ്കിൽ ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. കാരണം എനിക്കത് എൻ്റെ കണ്ണുകളോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലും ഇതിന് അഡിക്റ്റ് ആണെങ്കിൽ അവരോട് ഞാൻ പറയാം, നമ്മളെ അതിൽ നിന്ന് ഒന്ന് വിടുവിക്കുവാൻ യേശുക്രിസ്തുവിനെ കഴിയത്തുള്ളൂ. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ പറയട്ടെ, ഞാൻ അത് വിട്ടു കഴിഞ്ഞ ശേഷം ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി എൻ്റെ ജീവിതത്തിൽ വരാറേ ഇല്ല. മദ്യപിക്കണമെന്നോ സിഗരറ്റ് വലിക്കണമെന്നോ ഒരു ടെൻഡൻസി ഒറ്റ ദിവസം കൊണ്ട് ഒരു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എനിക്ക് സത്യം അതിനുശേഷം പുകവലിക്കുന്നവരുടെ അടുത്ത് പോയി നിന്നാൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയാണ്. അവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടിപ്പോകണം. ഇല്ലെങ്കിൽ മദ്യപിച്ച ഒരാൾ എൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിയുമ്പോൾ എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ ദൈവം ഒരു ചേഞ്ചസ് തന്നു, പെട്ടെന്ന് ഒരു ചേഞ്ചസ് തന്നു. ഞാനത് എൻ്റെ ജീവിതത്തിൽ അതിനെ അനുഭവിച്ച് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറയാൻ പറ്റാത്തതിലുപരിയായിട്ട് ഞാൻ അനുഭവിച്ചു. ആ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ അന്ന് തൊട്ട് വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഇതെൻ്റെ ദൈവദാസനോട് പോയി പറയുവാനിടയായി തീർന്നു. ദേവദാസൻ പറഞ്ഞു, ദൈവം യേശുക്രിസ്തു സനൂപിനോട് കൂടെ ജീവിക്കുന്നുണ്ട്. സനൂപിനെ വിടുവിച്ച് യേശുക്രിസ്തുവാണ്. അങ്ങനെ 2006 ജൂൺ മാസത്തിൽ യേശുക്രിസ്തുവിന്റെ ആ രക്ഷകനാകണം, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്നുള്ള കാര്യം എനിക്ക് ഏറ്റുപറയാൻ ഇടയായി തീർന്നു. യേശുക്രിസ്തു രക്ഷകനാണ്. നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് എൻ്റെ ദേവദാസൻ എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ അങ്ങനെ ആ വാക്യം യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞതും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അന്ന് വരെ ഉള്ള ജീവിതത്തിൽ ഒരു ഭയങ്കര സന്തോഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ സത്യം പറയട്ടെ, അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി, ഞാൻ 10ാം ക്ലാസ് തോറ്റ വ്യക്തിയാണ്. എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ കയറി വരുവാനിടയായി തീർന്നു. എൻ്റെ ദേവദാസൻ എന്നോട് പറഞ്ഞു, സനൂപെ, നീ പഠിക്കണം. നീ 10ാം ക്ലാസ് തോറ്റു, ഏറ്റവും താഴ്ന്ന ലെവലിലാണ് തോറ്റത്. നിനക്ക് കണക്കിന് 2 മാർക്കാണ്, നിനക്കൊന്നും അറിയത്തില്ല. കെമിസ്ട്രി, ഫിസിക്സ് എല്ലാത്തിലും നീ തോറ്റു, എല്ലാത്തിനും വളരെ കുറഞ്ഞ മാർക്കാണ്. നിനക്കിനി ഇത് പഠിച്ചെടുക്കുക, നിന്റെ ബുദ്ധിയിൽ ഇതൊന്നും നടക്കത്തില്ല സനൂപെ. പക്ഷെ ദൈവത്തിൽ നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ യേശു നിനക്ക് ജ്ഞാനം തരും. നീ യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ യേശു നിന്നെ ജയിപ്പിക്കും, 10ാം ക്ലാസ് ജയിപ്പിക്കും എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേരെ വീണ്ടും 2ാം പ്രാവശ്യവും ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്ത് അവിടെ വെച്ച് ഞാൻ അങ്ങനെ പഠിക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞാൻ അവിടെ വെച്ച് പഠിച്ചു. ഞാൻ ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പുകഴുവാനോ പറയുവാനോ എനിക്ക് ഒരു കഴിവുമില്ല. ഇന്നും ഞാൻ അതിനകത്ത് ഒന്നും പുകഴുവാൻ എനിക്ക് ഒരു സംഭവമില്ല. എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിലൂടെ, ദൈവത്തിലൂടെ മാത്രമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, ട്യൂട്ടോറിയൽ കോളേജിൽ പോയിട്ട് ഞാൻ പഠിച്ചു. അവിടെ വെച്ച് ഞാൻ 10ാം ക്ലാസ് എഴുതി. ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ അവിടെ ഞാൻ 10ാം ക്ലാസ് പാസ്സാകുവാനിടയായി തീർന്നു. എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, സത്യമായിട്ടും ഞാൻ എങ്ങനെയാ പാസ്സായതെന്ന്. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി അവിടെ ചെയ്തു. 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ ഞാൻ പാസ്സാകുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ പാസ്സായ ശേഷം
ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ അടുത്തത് ഇനി +2 പോയി പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സുഹൃത്തും എന്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങനെ +1 പോയി ചേർന്നത്. +1 ഞാൻ പോയി ചേർന്നു. അവിടെ വെച്ച് ഞാൻ നന്നായിട്ട് പഠിക്കുവാൻ ഇടയായി തീർന്നു. +2 ഞാൻ വന്നപ്പോൾ എന്റെ സ്കൂളിൽ ഞാനായിരുന്നു ഫസ്റ്റ്. ഏറ്റവും നല്ല മാർക്കോടുകൂടെ, അന്ന് ഗ്രേഡ് ആയിരുന്നു, A+ഓടുകൂടെ ഞാൻ പാസ്സാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് നല്ല മാർക്ക് ലഭിക്കാൻ +2 എനിക്ക് നല്ല മാർക്കോടുകൂടെ ഞാൻ ആ സ്കൂളിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് ഞാൻ വരുവാൻ വന്നു. ഞാൻ നന്നായിട്ട് അതിനകത്ത് പാസ്സായി. അങ്ങനെ അതിനുശേഷം ഇതിനിടയ്ക്ക് ഈ +1 കയറിയ സമയത്ത് ഒരു സംഭവം നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, അതുപോലെ എൻ്റെ സഹോദരി എൻ്റെ ആന്റിയുടെ വീട്ടിലായിരുന്നു, പൊള്ളാച്ചിയിലായിരുന്നു, അവിടെയാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിതാവ് ഇപ്പോഴും രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ല. ഞാനും അമ്മയും സഹോദരിയും മാത്രമാണ് രക്ഷയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടു വിശ്വാസത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവിനോട് എൻ്റെ ദേവദാസൻ വന്നിട്ട് സുവിശേഷം പറയും. ദേവദാസൻ വന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അപ്പോൾ അന്ന് ഒരു ചെറിയ ആ ഒരു മണ്ണിട്ട വീടാണ് ഉണ്ടായിരുന്നത്. അപ്പം ദേവദാസൻ വന്ന് പറയും, യേശുവിനെ വിശ്വസിക്കുക, നോക്കൂ നിങ്ങളുടെ ഭാര്യ വിശ്വാസത്തിലേക്ക് വന്നു, മക്കള് വിശ്വാസത്തിലേക്ക് വന്നു, അവരൊക്കെ എത്ര സമാധാനത്തിൽ, മകൻ നന്നായിട്ട് 10ാം ക്ലാസ് പാസ്സായി, നല്ലൊരു ജീവിതത്തിലേക്ക് വന്നു, അവന്റെ ദുശീല സ്വഭാവങ്ങളെല്ലാം പോയി, ഇതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ എന്ന് ദേവദാസൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഇല്ല, എനിക്കൊരു വീട് പണിയണം, എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വീട് പണിയണം, അതിനുവേണ്ടി തറയ്ക്കൊക്കെ ഞാൻ കല്ലിടാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ പിതാവ് പറഞ്ഞു, വീട് പണിയുന്നതിന് മുന്നേ ആത്മാവിന് വേണം തറക്കല്ലിടാൻ, ആത്മാവിൽ തറക്കല്ലിട്ട ശേഷം അത് വേണം നമുക്ക് മുമ്പോട്ട് പോകുവാൻ, ആദ്യം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്ന് പറയാനിടയെ തീർന്നു. പക്ഷെ എൻ്റെ പപ്പയ്ക്ക് വേറെ എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പപ്പ അപ്പോഴും മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടില് എൻ്റെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വയസ്സായ ഒരു അമ്മച്ചിയെ നോക്കുവാൻ വേണ്ടി എൻ്റെ അമ്മ ഒരു ജോലിക്ക് പോയി. എൻ്റെ സഹോദരിയാണെങ്കിൽ പൊള്ളാച്ചിയിലായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ പപ്പയും മാത്രം അന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്ന് ഞാൻ +1 ജോയിൻ ചെയ്ത സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ പപ്പയോട് എൻ്റെ പാസ്റ്റർ വന്ന് പറഞ്ഞു, സുബ്രഹ്മണ്യൻ എന്നാണ് എൻ്റെ പപ്പയുടെ പേര്. അപ്പം സുബ്രഹ്മണ്യൻ ചേട്ടൻ ആരാധനയ്ക്ക് കടന്നു വരണം. 7 ആഴ്ച ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, 7 ആഴ്ച തീർച്ചയായിട്ടും കടന്നു വരണം. കടന്നു വന്നു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ ചേട്ടന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് പറയാനിടയായി തീർന്നു. അപ്പൊ എൻ്റെ അച്ഛന് ഓക്കെ, അത് കേൾക്കാം, നല്ലൊരു കാര്യമാണ്, എൻ്റെ മക്കളൊക്കെ ഇതായല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ 6 ആഴ്ച കടന്നു വന്നു. 6 ആഴ്ചയും മദ്യപിച്ചില്ല, കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ 7ാമത്തെ ആഴ്ച ആകുന്നതിന് മുമ്പ് ഒരു ദിവസം എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പപ്പയ്ക്ക് ഒട്ടും പറ്റുന്നില്ല, മദ്യപിക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം പപ്പ നേരെ പോയിട്ട് ഒത്തിരി മദ്യപിച്ച ശേഷം പപ്പ എന്ത് ചെയ്തു, വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിലേക്ക് വന്ന ശേഷം ഞാൻ പപ്പയായിട്ട് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും നാളും മദ്യപിച്ചൊന്നുമില്ല, കള്ളു കുടിച്ചിട്ടൊന്നും അല്ല വന്നത്, എന്നിട്ട് ഇത്രയും നാളും നന്നായിട്ടിരുന്നല്ലേ, എന്താ പെട്ടെന്ന് ഇങ്ങനെ, എനിക്കറിയില്ല, എന്തോ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആകെ ഭയങ്കര സങ്കടമായി പോയി. അന്ന് സങ്കടമായപ്പോൾ ഞാനൊരു 6 മണി ആയപ്പോഴാണ് പപ്പ വീട്ടിലേക്ക് കടന്നു വന്നത്. 6 മണി ആയപ്പോൾ തന്നെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സൈക്കിളും എടുത്തിട്ട് ഞാനൊന്ന് ആലത്തൂർ ടൗണിലേക്ക് ഞാൻ അങ്ങോട്ട് പോയി. അപ്പം ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞ ഒരു മണ്ണ് കൊണ്ട് കെട്ടിയ വലിയ ചുമര് കെട്ടിയ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീട് എന്ത് ചെയ്തു, പപ്പയും ഞാനും കൂടെ തന്നെ അവര് പറഞ്ഞു, ഇത് പൊളിച്ചിട്ട് ഇതിന്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീടിന്റെ തൊട്ട് സൈഡിൽ ഒരു ചെറിയൊരു കുടില് കെട്ടി, ഒരു ടാർപ്പായ കൊണ്ടെല്ലാം മറച്ച് ഒരു കുടില് കെട്ടിയിട്ട് ഞങ്ങൾ അതിൽ താമസിക്കുവാണ്. എന്നിട്ട് ഈ വീട് ഇങ്ങനെ ഓരോന്നായി പൊളിച്ച് ഇതിന്റെ കഴുക്കോല്, ഓട്, ഇതെല്ലാം പൊളിച്ച് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ചുമര് മാത്രം പൊളിക്കാതെ വെച്ചു. ആ ചുമരെന്ന് പറഞ്ഞാൽ വലിയ നല്ല ഹൈറ്റ്, ഏകദേശം ഒരു 10-14 അടി പൊക്കമുള്ള ഹൈറ്റുള്ള ചുമരാണ്. വലിയ 18-20 വണ്ണം, അത്രയും ഭയങ്കര വണ്ണം ഭിത്തിയാണ്. ആ ഒരു ചുമര് മാത്രം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പ അന്ന് മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന ശേഷം ഞങ്ങളോട് സംസാരിച്ച് എനിക്ക് സങ്കടമായി. ഞാൻ സൈക്കിൾ എടുത്ത് പുറത്തോട്ട് ടൗണിലേക്ക് പോയി. പപ്പ എന്ത് ചെയ്തു, എന്തോ സാധനം എടുക്കാൻ വേണ്ടി ഈ പൊളിഞ്ഞ വീടിന്റെ അകത്തേക്ക് കയറി വരികയും ഈ ചുമര് മുഴുവൻ പപ്പയുടെ മുകളിലേക്ക് വീഴുവാനും ഇടയായി തീർന്നു. മുകളിലേക്ക് മൊത്തത്തിലേക്ക് വീണു. ഞാന് പുറത്തേക്ക് പോകുകയും ചെയ്തു. ആരും അറിഞ്ഞില്ല, ആരും കണ്ടുമില്ല. ഞങ്ങളുടെ തറവാട് വീട് അപ്പുറത്താണ്. അവിടെയാണ് ഇളയ മാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുത്തശ്ശിയും വയസ്സായതുകൊണ്ട് അവരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ
ആരും അറിഞ്ഞില്ല, ഈ വീണത് ആരും കണ്ടുമില്ല. അപ്പൊ ഞാൻ പുറത്തോട്ടും പോയ ശേഷം ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ ഒരു 7:30 ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നല്ല ഇരുട്ടായി. അന്ന് നല്ല ഇരുട്ടായതുകൊണ്ട് ഞങ്ങള് ലൈറ്റ് ഇല്ല, മറ്റേ കറണ്ടോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ കുടിലില്ല. ഞങ്ങള് മറ്റേ ചെറിയ വിളക്ക് കത്തിച്ചിട്ടാണ് അന്ന് പഠിക്കുകയും കാര്യങ്ങളും എല്ലാം വെളിച്ചമെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതൊന്നും കാണുന്നില്ല. ഒന്നും പപ്പയെ കാണുന്നില്ല. അപ്പൊ പപ്പ ചിലപ്പം കുടിച്ചിട്ടുണ്ടല്ലോ, ഇനി ചിലപ്പോൾ പുറത്തു പോയിട്ടുണ്ടാവും. കുടിച്ചത് കൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നുണ്ടാവും എന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അകത്ത് വന്നു. ഞാനൊരു 10-10:30 വരെ, രാത്രി 10:30 വരെ ഞാൻ പപ്പയെ നോക്കി, പപ്പ കാണുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഇളയ അങ്കിളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പപ്പയെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പം ഇളയ അങ്കിളും പറഞ്ഞു, നന്നായി കുടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്, ചിലപ്പോൾ എവിടെയെങ്കിലും പോയി സംസാരിക്കും, പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, എന്തായാലും ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പം ആർക്കും അങ്ങനെ ഇങ്ങനെ ഒരു വീട് ഈ ചുമര് ഇടിഞ്ഞു വീണത് ഒന്നും അറിഞ്ഞുമില്ല, കണ്ടുമില്ല. അങ്ങനെ ഞാൻ 10:30 ആയപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, നേരെ ആലത്തൂരിലേക്ക് ഞാൻ പോയി. ടൗണിൽ സൈക്കിളും എടുത്ത് പോയിട്ട് പപ്പയെ അന്വേഷിക്കുവാണ്. മുഴുവൻ എവിടെയെങ്കിലും ആ പപ്പ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിക്കുവാണ്. അന്വേഷിച്ച് കുറെ നേരം അന്വേഷിച്ച് അവിടെ ഇവിടെ എല്ലാം അന്വേഷിച്ച് ഏകദേശം ഒരു 1:30 രാത്രി വരെ ഞാൻ ആലത്തൂർ ടൗണിലും അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കാണാത്തത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴും പപ്പയെ കാണുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും രാവിലെ വരും, എവിടെയെങ്കിലും കള്ളു കുടിച്ച് കിടക്കുന്നുണ്ടാവും, കണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ 1:30 ഞാൻ എന്ത് ചെയ്തു, ഞാൻ മറ്റേ ചെറിയ ഒരു വരാന്ത പോലെ അവിടെ തന്നെ ഞാൻ കിടന്ന് ഞാൻ ഒരു 5:30 ആയപ്പോ, ഒരു പരവര വെളുത്ത ഒരു 5:30 ആയപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എഴുന്നേറ്റിട്ട് അച്ഛൻ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പം അപ്പോഴും വന്നിട്ടില്ല. ഞാൻ അപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങുന്നത് പരവര വെളുത്ത ഒരു സമയമായതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ആ സൈഡിലായിട്ടുള്ള ആ വീടിന്റെ ചുമര് കാണാനില്ല. ചുമര് വീണ് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. ചുമര് വീണ് കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അപ്പോഴും ഒന്നും മനസ്സിലായി, ചുമര് വീണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ എൻ്റെ പപ്പയുടെ ഒരു കാലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വെളിയിലുണ്ടായിരുന്നത്. എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് തകർന്നു പോയി. കാരണം തലേദിവസം രാത്രി വീണതാണ്. തീർച്ചയായിട്ടും മരണപ്പെട്ടു എന്നുള്ളത് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. ഈ ഒരു കാലിന്റെ ഒരു ഭാഗം, ആ കാലിനകത്ത് ഒരു ചെരുപ്പം ഉണ്ടായിരുന്നു. 2006 സെപ്റ്റംബർ 5-ാം തീയതിയിലെ മലയാള മനോരമ ന്യൂസ് പേപ്പറിനകത്ത് ഫ്രണ്ടില് ഫോട്ടോ അടക്കം പപ്പ ആ മണ്ണിനകത്ത് പെട്ടിരിക്കുന്നതും പപ്പയുടെ കാലും ആ ഒരു ചെരുപ്പ് ഇട്ടിരിക്കുന്ന ഫോട്ടോ അടക്കം മനോരമ പത്രത്തിൽ വന്നതാണ്. അതിനകത്ത് ഹെഡിങ് കൊടുത്തതും ഇങ്ങനെയായിരുന്നു, സനൂപ് അറിഞ്ഞില്ല അച്ഛന്റെ മരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഹെഡിങ് വരെ കൊടുത്തിരുന്നത്. എൻ്റെ ഹൃദയം ആ സമയത്ത് തകർന്നു പോയി. എനിക്കിത് ഇനി ആരും ഇല്ലല്ലോ, പപ്പയുടെ കൂടെ ഞാൻ ജീവിച്ചിരുന്നത്. അമ്മയാണെങ്കിൽ ഇങ്ങനെ ജോലിക്ക് പോയി, സഹോദരിയാണ് അവിടെയാണ്. അങ്ങനെ വളരെ വേദനയോടുകൂടെ എനിക്കത് കാണേണ്ടി വന്നു. ഞാൻ അപ്പൊ തന്നെ ഓടി എൻ്റെ ഇളയ മാമനോട് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ജംഗ്ഷനിലേക്ക് പോയി അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പപ്പ മണ്ണിനടിയിൽ പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഓടിക്കൂടി എല്ലാവരും പെട്ടെന്ന് വന്നപ്പം അവർക്ക് മനസ്സിലായി ഇനി ഒന്നും ചെയ്യാനില്ല, പോയി എന്നുള്ളത്. കാരണം അത്രയും മണ്ണ് മുഴുവൻ വീണിട്ട് ആ കാലിന്റെ ഒരു ഭാഗം മാത്രമേ വെളിയിലുള്ളൂ. പിന്നെ ഉടനെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് വന്ന് ആ മണ്ണെല്ലാം മാറ്റി പപ്പയെ വെളിയിലെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുവന്ന് പപ്പയെ നല്ല രീതിയിൽ തന്നെ ശവമെല്ലാം അടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് അപ്പൊ വീടില്ല, ഒരു ചെറിയ കുടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ സഹോദരിക്കും ഏകദേശം വിവാഹപ്രായമായി നിൽക്കുന്ന സഹോദരി ആന്റിയുടെ വീട്ടിലാണുള്ളത്. അപ്പൊ അമ്മയ്ക്കും ആദ്യം തൊട്ടേ കാലിൽ, അമ്മ എന്നെ പ്രഗ്നന്റ് ആയപ്പോൾ അമ്മയ്ക്ക് കാലിൽ നീര് വന്നു. അങ്ങനെ ഞാൻ ഡെലിവറി ആയ ശേഷം അമ്മയുടെ ആ കാലിലെ നീര് പോകാതെ അമ്മയുടെ കാലിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി, അത് പഴുത്ത് ഭയങ്കരമായിട്ട് വ്രണമാകും, പഴുത്ത് ഭയങ്കര ഇൻഫെക്ഷൻ കയറും, അമ്മയ്ക്ക് പിന്നെ നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം എൻ്റെ പപ്പ നോക്കിയിട്ടുണ്ട് എല്ലാം. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം ഇനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കാം എന്ന് പോലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ അറിഞ്ഞു, ദൈവമേ വന്നു, ഞങ്ങൾക്ക് ഇങ്ങനെയാണോ സംഭവിച്ചതെന്നൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പോയി. അടുത്തുള്ള ആൾക്കാർ ഞങ്ങളെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പലരും പറയുവാനിടയായി തീർന്നു. പക്ഷെ
ഞങ്ങൾ യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ചു. കാരണം ഒരു സമയത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നടന്നപ്പോൾ ഞങ്ങളെ വിടുവിച്ചത് യേശു ക്രിസ്തുവാണ്. പക്ഷെ എൻ്റെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു. പപ്പ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാനോ ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള ആ ഒരു എന്താണ് ആ കാര്യം എന്നുള്ളത് മനസ്സിലാക്കുവാനോ പപ്പയ്ക്ക് ഇടയായില്ല. പപ്പയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾ യേശുവിൽ എല്ലാവരും, ഞാനും എൻ്റെ അമ്മയും സഹോദരിയും, ഞങ്ങൾ ഒരുപോലെ വിശ്വസിച്ച് ഞങ്ങൾ നിന്നു. ദൈവം അവിടെ നിന്ന് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ വളരെ അത്ഭുതമായിട്ടാണ് ദൈവം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് എത്രത്തോളം പറഞ്ഞാലും മതിയാകത്തില്ല. അതുപോലെ ദൈവം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു. ഞങ്ങള് എൻ്റെ പപ്പ അങ്ങനെ അവിടെ വെച്ച് മരിച്ചു. ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്ത സമയം, അപ്പൊ ഞാൻ ദേവദാസനോട് പറഞ്ഞു, ദേവദാസ, ഞാനിനി പഠിക്കാൻ പോകുന്നില്ല. കാരണം എനിക്കൊരു പെങ്ങളുണ്ട്, അമ്മയുണ്ട്. ഇനി എനിക്ക് അവരെ നോക്കണം. ഇനി പഠിച്ചിട്ട് കാര്യമില്ല, എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണം. ജോലി ചെയ്തിട്ട് ഞാൻ അവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ദേവദാസൻ പറഞ്ഞു, വേണ്ട, ദൈവം അതിനെല്ലാം വഴിയൊരുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന സാം ഡാനിയൽ പാസ്റ്റർ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, സനൂപ്, നീ ജോലിക്കോ ഒന്നിനും പോകണ്ട, നീ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക, നിന്റെ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് വരെ ദൈവമേ, അച്ഛൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശ് കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ദൈവമേ, അങ്ങ് തുറക്കുന്ന വഴികൾ ഞങ്ങൾ ഭയങ്കരമായിട്ട്, ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷമായി. ഓക്കെ, ഞങ്ങൾ അന്ന് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ദേവദാസൻ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ എന്നോട് പഠിക്കുവാൻ പറഞ്ഞു. ഞാൻ +1 കണ്ടിന്യൂ ചെയ്തു. +1 കണ്ടിന്യൂ ചെയ്ത് +2ലേക്ക് വന്ന്, അങ്ങനെയാണ് +2ൽ ഞാൻ ആ സ്കൂളിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നല്ല മാർക്ക് മേടിച്ച് പാസ്സാകുവാൻ ഇടയായി. അങ്ങനെ അതിനുശേഷം എൻ്റെ മമ്മി, എൻ്റെ സഹോദരി, ഞങ്ങൾ എല്ലാം ആയിരുന്ന സമയത്ത് അവിടെ തന്നെ ആയി. അപ്പൊ തന്നെ ഞങ്ങൾക്ക് വീടില്ല. വീട് മുഴുവൻ ഈ പറഞ്ഞ പോലെ ആ പപ്പ കെട്ടിയ ആ ഒരു കുടിലായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഞങ്ങൾ ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു വീടിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഒരു 35,000 രൂപ ഗവൺമെന്റ് പാസ്സാക്കി. പക്ഷെ 35,000 രൂപ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, ഒരു വീട് കെട്ടാൻ സാധിക്കത്തില്ല. അപ്പൊ ബാക്കി എങ്ങനെ ചെയ്യുമെന്നുള്ളതിനകത്ത് ഒരു വഴിയില്ലായിരുന്നു. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ദൈവത്തെ അറിഞ്ഞ, ദൈവത്തിൽ ആശ്രയിക്കുന്ന അനേകർ എഴുന്നേറ്റ് വന്നു. അനേകർ വന്ന് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് അവിടെ നല്ലൊരു ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചനും ഒരു ബാത്റൂമും ഉള്ള ഒരു ചെറിയൊരു വീട് എല്ലാവരും കൂടെ അതിനകത്ത് ചെയ്യുവാനിടയായി തീർന്നു. അത് പണിത് തരുവാൻ തന്നു. അപ്പൊ ഞാനും ആ സമയത്ത് എന്ത് ചെയ്തു, ഈ വീടിന്റെ പണി നടക്കുന്നത് കൊണ്ട് ഞാൻ മാക്സിമം ഞാൻ ഏകദേശം അന്ന് ഞങ്ങൾക്ക് ടോയ്ലറ്റിന്റെ കുഴി കാര്യങ്ങൾ എടുക്കുവാൻ ചോദിച്ചപ്പോൾ 3,000 രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ ഒറ്റയ്ക്ക് ഏകദേശം 9 അടി താഴ്ചയുള്ള കുഴി ഞാൻ ഒറ്റയ്ക്ക് തന്നെ അതിനകത്ത് നിന്ന് മണ്ണെടുത്ത് വെട്ടി കയറ് കെട്ടി മുകളിലേക്ക് കയറ്റി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. കാരണം എന്തെങ്കിലും ഒരു എമൗണ്ട് മിച്ചം വരുവാണെങ്കിൽ അത് വീടിന്റെ ബാക്കി പണി തീർക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ആ ഭവനം അന്ന് അവിടെ ചെയ്തെടുക്കുവാനിടയായി തീർന്നു. ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന്റെ സ്നേഹം അന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവം ഒരിക്കലും കൈവിട്ടു പോകുന്ന ദൈവം അല്ല. ഞാൻ ആശ്രയിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം യേശു ക്രിസ്തു ഒരിക്കലും നമ്മളെ കൈവിട്ടിട്ട് പോകത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ വീട് തന്നു. എൻ്റെ സഹോദരിയുടെ വിവാഹം ഇനി നടക്കണം. വിവാഹം നടക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ആരാണ് വിവാഹം കഴിക്കുക, എന്താ ഒരു കാര്യങ്ങളും നമുക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അതിനുള്ള സാമ്പത്തികമില്ല വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ബാംഗ്ലൂര് ഒരു നഴ്സിംഗ് കോളേജ് നടത്തുന്ന ഒരു ദൈവദാസനോട് ദൈവം ഇടപെട്ടു. പാലക്കാട് ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിക്ക് വേണ്ടി വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന്. ഞങ്ങൾക്ക് ആരാന്ന് പോലും അറിയത്തില്ല, ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളെ കണ്ടിട്ടില്ല, അവരും കണ്ടിട്ടില്ല. പക്ഷെ ആ ദൈവദാസൻ ഞങ്ങളുടെ പാലക്കാട് വന്ന് ഞങ്ങളുടെ ആലത്തൂരിൽ അന്നത്തെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന ആ പാസ്റ്ററോട് സംസാരിച്ച് ഇങ്ങനെ ദൈവാത്മാവ് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ സെൻട്രൽ പാസ്റ്റർ ഉടനെ തന്നെ ഞങ്ങളുടെ ചർച്ചിലെ ഞങ്ങളുടെ എൽദോ പാസ്റ്ററെ വിളിച്ച് പറയുകയും ഇങ്ങനെ ഞങ്ങളുടെ ചേച്ചിയുടെ വിവാഹത്തെ കുറിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ വിവാഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവർ തന്നെ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ആ ദൈവദാസൻ വന്ന് എൻ്റെ സഹോദരിയുടെ ആ വിവാഹം നല്ല ഭംഗിയായിട്ട് നടത്തുവാനിടയായി തീർന്നു. ഞങ്ങൾ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ അറിഞ്ഞേയില്ല. ദൈവം സംസാരിച്ചിട്ട് ആ ബാംഗ്ലൂരിൽ നിന്ന് ആ ദേവദാസം വന്ന് അതുപോലെ തന്നെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററും ചേർന്ന് എന്ത് ചെയ്തു, ആ വിവാഹം അങ്ങ് നടത്തുവാനിടയായി തീർന്നു.
അങ്ങനെ നടന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബജീവിതം എൻ്റെ സഹോദരിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. എൻ്റെ അളിയൻ പാസ്റ്ററാണ്. ഇന്ന് അവർ മധുരയിൽ ഒരുപോലെ സുവിശേഷ വേലയിലായിരിക്കുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനിടയായി. അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസം തുടർന്ന് +2 കഴിഞ്ഞ ശേഷം എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകണം. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലെ ദേവദാസൻ എൽദോ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സനൂപെ നീ ഒരു കാര്യം ചെയ്ത് നീ നേഴ്സിംഗ് എടുക്ക്, നേഴ്സിങ്ങിന് പോകാൻ പറഞ്ഞു. അപ്പൊ നേഴ്സിംഗ് എന്താണെന്ന് പോലും അറിയത്തില്ല എനിക്ക് ആ സമയത്ത്. 2008 അവസാനം 2009 ആദ്യ ഒരു സമയങ്ങളിലായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് നേഴ്സിംഗിന് എന്താണെന്നേ അറിയത്തില്ല. അറിയാതെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ദേവദാസൻ പറയുന്നതാണ്, നമുക്ക് അതിനകത്ത് മറ്റൊരു വാക്കില്ല. കാരണം ദൈവമാണ് ഇത്രത്തോളം ചെയ്തത്. ദൈവം ദേവദാസനിലൂടെ സംസാരിച്ച കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ദേവദാസനെ അങ്ങ് എന്ത് പറയുന്നോ അതിനനുസരിച്ച് ഞാൻ ചെയ്യാൻ റെഡിയാണ്, ദൈവം എന്ത് പറയുന്നോ അതിനനുസരിച്ച് ചെയ്യാൻ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്യുവാനിടയായി തീർന്നു. ജോയിൻ ചെയ്തു. ബാംഗ്ലൂര് ഒരു കോളേജിൽ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത ശേഷം ആ സമയത്ത് വരുവാനെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ജോയിൻ ചെയ്ത് പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ നേഴ്സിംഗ് കോളേജ് ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ബാംഗ്ലൂരുള്ള ബദേലേജി ചർച്ചുമായിട്ട് ഞങ്ങൾക്ക് അവിടെ പോകുവാൻ, ആരാധന കൂടുവാനും ഇടയായി തീർന്നത്. അവിടെ പോയപ്പോൾ വചനത്തിലുള്ള കാര്യങ്ങളും ഇതെല്ലാം കേട്ടപ്പോൾ അവിടുത്തെ പാസ്റ്ററുകളും അതുപോലെ തന്നെ എബ്രഹാം വർഗീസ് പാസ്റ്റർ, വർഗീസ് പാസ്റ്റർ, ഇവരുടെ എല്ലാം വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമായി തീർന്നു. നമ്മൾ മുമ്പോട്ട് ഇനി എന്ത് ചെയ്യണം, മുമ്പോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഞങ്ങളോട് സംസാരിക്കുവാനിടയായി തീർന്നു. ഒരു ഭയങ്കര ചേഞ്ചസ് ആണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും എല്ലാം ചെയ്തു. അതിനുശേഷം ഞാൻ 3 വർഷം GNM ആണ് പഠിച്ചത്. GNM പഠിച്ച ശേഷം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തുടർന്ന് UP-യിൽ ഗോരഖ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി. അവിടെ പോയ ശേഷം അവിടെ നിന്ന് ഞാൻ 1 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്ത ശേഷം തിരിച്ച് ഞാൻ ബാംഗ്ലൂർക്ക് കടന്നു വന്നു. ബാംഗ്ലൂർക്ക് വന്ന ശേഷം അടുത്തത് എന്ത് ചെയ്യണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം. കാരണം എൻ്റെ ജോലി നേഴ്സിംഗ് ആയതുകൊണ്ട് നമുക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ചയും ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തെങ്കിലും എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ദൈവമേ അതൊരു അനുഗ്രഹമായിരിക്കും. കാരണം നമ്മൾ ഈ ജോലി കാര്യങ്ങളെല്ലാം അങ്ങനെ മാത്രം പോയത് കൊണ്ട് ജീവിതത്തിൽ ഒരു ആത്മീയ സന്തോഷം ഉണ്ടാകത്തില്ല. കാരണം ഞങ്ങൾ വന്നിരിക്കുന്ന അനുഭവങ്ങൾ എന്നെ ആരാധനയ്ക്ക് പോകുവാനും ദൈവമായിട്ട് അടുപ്പിക്കുവാനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആരാധനയ്ക്ക് പോകണം എന്നുള്ള ഒരു വല്ലാത്ത ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ജോലി 1 വർഷം കഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഇങ്ങ് പോന്നു. ഇവിടെ വന്നിട്ട് ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ശരി എന്നാ ഒരു കാര്യം, എന്തായാലും നേഴ്സിംഗ് കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ പോസ്റ്റ് BScക്കും കൂടെ ജോയിൻ ചെയ്തു. പോസ്റ്റ് BSc ജോയിൻ ചെയ്ത ശേഷം പോസ്റ്റ് BSc 2 വർഷം കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഓർത്തു അബ്രോഡ് പോവാം, എന്തായാലും നേഴ്സ് ആണല്ലോ, അബ്രോഡ് പോവാം. അപ്പോൾ ഒരു ഒമാന്റെ ഒരു വേക്കൻസി വന്നു. ഞാൻ പോയിട്ട് പ്രൊമട്രി എഴുതി, ഒമാന്റെ പ്രൊമട്രി എഴുതിയതും നല്ല മാർക്കോടുകൂടെ എനിക്ക് പാസ്സാകുവാൻ ഇടയായി. അത് പാസ്സായ ശേഷം ശരി അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ നാട്ടിലെ ദേവദാസൻ വിളിച്ച് പറഞ്ഞു, നിനക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നീ അവിടെ നിന്ന് രാജിവെച്ച് ഇങ്ങോട്ട് വന്നത്, റിസൈൻ കൊടുത്ത്. ഇനി നീ വീണ്ടും ഒമാനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല ജോലിയാണ്, നല്ല സംഭവം എല്ലാം ഓക്കെ ശരിയാണ്. പക്ഷെ അവിടെ ഈ ഞായറാഴ്ച രോഗികൾ വരും ഹോസ്പിറ്റലിൽ. നിനക്ക് ഒരിക്കലും നിന്റെ പ്രൊഫഷൻ വെച്ചിട്ട് അവിടെ നിന്ന് ഞായറാഴ്ച ഞാൻ ജോലിക്ക് വരത്തില്ല എന്ന് പറയുവാൻ സാധിക്കത്തില്ല. നീ ചെയ്യുന്ന പ്രൊഫഷൻ അതാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുക, അവിടെ അത് തന്നെ നിനക്ക് ചെയ്യേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വീണ്ടും ആലോചിച്ചത്, ദൈവമേ ശരിയാണല്ലോ, വീണ്ടും ഞാനിപ്പോൾ ഇതിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതേ സംഭവം തന്നെയാണല്ലോ വരുന്നത്. ഓക്കെ, എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ലൊരു അനുഗ്രഹം ചിലപ്പോൾ ലഭിക്കും, പക്ഷെ ദൈവമായിട്ടൊരു ബന്ധത്തിൽ വരത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എന്താണ് ഇനി അടുത്ത വഴി? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ദേവദാസൻ പറഞ്ഞത്, നീ ഇങ്ങനെ ഹോം നഴ്സിന്റെ കാര്യങ്ങളൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പ്രാർത്ഥിച്ച് ഹോം നഴ്സിംഗിന്റെ ഒരു ബിസിനസ്, ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ബാംഗ്ലൂര് ഹോം നഴ്സിംഗിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിടയായി. അങ്ങനെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു.
അവിടെ വെച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും എല്ലാം ചെയ്തു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു വർഷത്തോളം ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഞാൻ 100 രൂപയും കൊണ്ട് 3 മാസം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഞാനന്ന് ഈ കോളേജിന്റെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ പഠിച്ചു പോയത് കൊണ്ട് അവിടെ നിന്ന് 3 നേരം ഭക്ഷണം കിട്ടുമായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പൊ അത് കഴിക്കുമായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കയ്യിൽ കാശില്ല. ഏകദേശം ഒരു 3 മാസത്തോളം 100 രൂപ കയ്യിലുണ്ട്. പക്ഷെ അത് ചെലവാക്കിയാൽ പിന്നെ നാളത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതില് ഞാൻ അതും വെച്ച് 3 മാസത്തോളം ഞാൻ ജീവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പഴയകാല കാര്യങ്ങൾ ഞാനിങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് ദൈവമേ, എന്നെ ഇത്രത്തോളം നീ കൊണ്ടുവന്നു, ഇത്രത്തോളം ദൈവമേ എന്നെ ഈ ഒരു നിലയിലേക്ക് അങ്ങ് എന്നെ കൊണ്ടുവന്നു, എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നു, എൻ്റെ ജീവിതത്തിൽ സമാധാനം തന്നു, സന്തോഷം തന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി എന്താണ് മുമ്പോട്ട് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു പേന എടുത്തിട്ട് നീ എഴുതാൻ പറഞ്ഞു. അതൊരു പാട്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയ ഒരു പാട്ടായിരുന്നു അത്. ഞാൻ ഈ പാട്ട് എഴുതാനുണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ വെച്ച ആശ്രയം, ദൈവത്തിൽ വെച്ച അഭയം, അത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എനിക്കിനി മുമ്പോട്ട് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി മുമ്പോട്ട് എങ്ങനെ പോകണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം എനിക്ക് ഈ വരികൾ തരുന്നത്. ഞാൻ അവര് ഇങ്ങനെയാണ്: എന്റെ ആശ്രയം എന്നുമേശുവില, എന്റെ ആശ്വാസവും എന്നുമേശുവില, എന്റെ ആശ്രയം എന്നുമേശുവില, എന്റെ ആശ്വാസവും എന്നുമേശുവില. ഞാനൊരു നാളും കുലുങ്ങുകില്ല, എന്റെ അടിസ്ഥാനം യേശുവില. ഞാനൊരു നാളും വീഴുകില്ല, എന്നെ താങ്ങുന്നോൻ എൻ ദൈവമാ. എന്റെ ആശ്രയം എന്നുമേശുവില, എന്റെ ആശ്വാസവും എന്നുമേശുവില. ജീവിതത്തിൽ ക്ലേശത്തിനലയുയർന്നു, സ്വന്ത ബന്ധമെല്ലാരും തള്ളിപ്പറഞ്ഞു. ജീവിതത്തിൽ ക്ലേശത്തിനലയുയർന്നു, സ്വന്ത ബന്ധമെല്ലാരും തള്ളിപ്പറഞ്ഞു. എന്നെ താങ്ങുവാൻ, എന്നെ കരുതുവാൻ എൻ്റെ കർത്തനുണ്ടെന്നുമേ. എന്നെ താങ്ങുവാൻ, എന്നെ കരുതുവാൻ എൻ്റെ കർത്തനുണ്ടെന്നുമേ. ഞാനൊരു നാളും കുലുങ്ങുകില്ല, എന്റെ അടിസ്ഥാനം യേശുവില. ഞാനൊരു നാളും വീഴുകില്ല, എന്നെ താങ്ങുന്നോൻ എൻ ദൈവമാ. എന്റെ ആശ്രയം എന്നുമേശുവില, എന്റെ ആശ്വാസവും എന്നുമേശുവില, എന്റെ ആശ്രയം എന്നുമേശുവില, എന്റെ ആശ്വാസവും എന്നുമേശുവില. സ്വർഗവാതിൽ എനിക്കായി തുറന്നു തന്നു, പാപമെല്ലാം പരിഹരിച്ചനുഗ്രഹിച്ചു. സ്വർഗവാതിൽ എനിക്കായി തുറന്നു തന്നു, പാപമെല്ലാം പരിഹരിച്ചനുഗ്രഹിച്ചു. ഞാൻ സ്തുതിച്ചിടുമേ, എന്നും പുകഴ്ത്തിടുമേ എൻ്റെ യേശു രാജാവിനെ. ഞാൻ സ്തുതിച്ചിടുമേ, എന്നും പുകഴ്ത്തിടുമേ എൻ്റെ യേശു രാജാവിനെ. ഞാനൊരു നാളും കുലുങ്ങുകില്ല, എന്റെ അടിസ്ഥാനം യേശുവില. ഞാനൊരു നാളും വീഴുകില്ല, എന്നെ താങ്ങുന്നോൻ എൻ ദൈവമാ. എന്റെ ആശ്രയം എന്നുമേശുവില, എന്റെ ആശ്വാസവും എന്നുമേശുവില. ഈ ഒരു ഗാനം ദൈവം എനിക്ക് അന്ന് എഴുതിയതാണ്. അന്ന് എന്നെ ദൈവം ബലപ്പെടുത്തി. ബലപ്പെടുത്തിയിട്ട് നീ മുമ്പോട്ട് അങ്ങ് പോകുക എന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഞാനപ്പോൾ നേരെ അതിന്റെ കാര്യങ്ങൾ തുടങ്ങി. ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ദൈവം എന്നെ ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തയോടെ നിന്നു. ഞങ്ങള് മിനിസ്ട്രിയിലായിക്കോട്ടെ, കാര്യം സുവിശേഷ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, ദൈവത്തിന് വേണ്ടി അങ്ങനെ ചെയ്ത് ബാംഗ്ലൂരിൽ ഞാനൊരു സ്വന്തം ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനിടയായി. അവിടെ വെച്ച് ദൈവം എനിക്ക് അനേക ബിസിനസ് ഓപ്പർച്യൂണിറ്റീസുകൾ ഈ മെഡിക്കൽ ആൻഡ് സർജിക്കൽ കാര്യങ്ങളിൽ എനിക്ക് ദൈവം ചെയ്തു തന്നു. അങ്ങനെ ചെയ്തു തന്ന്
ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകളാൽ എന്നെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. ഇതിനിടയ്ക്ക് ഒരു വാക്കും കൂടെ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. എൻ്റെ പഴയ നാട്ടിൽ പഴയൊരു വീടായിരുന്നു. അപ്പം ഞാൻ ഈ ബിസിനസ് എല്ലാം തുടങ്ങിയ ശേഷം ഞാൻ നാട്ടിലേക്ക് പോയ ശേഷം ഈ ചെറിയ വീട് വെച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു 4 സെന്റ് എൻ്റെ അമ്മയുടെ സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്ന് അമ്മയുടെ ആയിട്ടുള്ള ഷെയർ 4 സെന്റ് കൊടുത്തു. ആ 4 സെന്റിലായിരുന്നു ആ ചെറിയ വീട് വെച്ചിരുന്നത്. അന്ന് എല്ലാവരും കൂടെ സഹായിച്ച ചെറിയ വീട് വെച്ചിരുന്നത്. അങ്ങനെ ദൈവം ഞാൻ ഈ ബിസിനസ് കാര്യങ്ങൾ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ ശേഷം ഞാൻ ആ ഒരു വീട് ഞാൻ അതെല്ലാം മാറ്റി അവിടെ നല്ലൊരു 2000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു നല്ലൊരു ഭവനം എനിക്ക് എൻ്റെ ആ ദേശത്ത് പണിയുവാൻ ഇടയായി. അത് മാത്രമല്ല, എൻ്റെ അങ്കിളുമാര് അവരെല്ലാവരും നല്ലൊരു നിലയിൽ നല്ല പല സ്ഥലങ്ങളിലേക്ക് അടുത്തടുത്ത് തന്നെ വീടും കാര്യങ്ങളെല്ലാം വെച്ച് പോയപ്പോൾ ഞങ്ങളുടെ ഈ തറവാട് ഇനി അവരെല്ലാം അത് സെയിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അവർ ആ ഷെയർ എല്ലാം ഒരു ഏകദേശം 4 സെന്റ് എൻ്റെ ഒരു അങ്കിളിന് കൊടുത്തു. ബാക്കി 12 സെന്റ് സ്ഥലവും ഞാൻ തന്നെ മേടിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവം എന്നെ ബലപ്പെടുത്തി ആ ദേശത്ത് കൊണ്ടുവന്നു. ആ സ്ഥലം മേടിക്കുവാനും അവിടെ നല്ലൊരു ഭവനം വെക്കുവാനും ഇടയായി. ആ ഭവന പ്രതിഷ്ഠയുടെ പിറ്റേ ദിവസമാണ് എൻ്റെ വിവാഹം നടന്നത്. അതും ഒരു അത്ഭുതമായിരുന്നു. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ നല്ലൊരു ഭാവി വധുവിനെ എങ്ങനെ ലഭിക്കുമെന്ന്. ഭാവി വധുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവമേ എനിക്ക് കാരണം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഭംഗിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് പറയുന്നതിനകത്ത് ഒരു പ്രയാസമില്ല. കാരണം എൻ്റെ മുഖത്ത് മുഴുവൻ നിറയെ മുഖക്കുരുവായിരുന്നു. ഒത്തിരി പൊട്ടിയൊലിച്ച മുഖക്കുരുവും ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കാണുവാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവം എന്നെ അതിൽ നിന്നെല്ലാം ഒത്തിരി മാറ്റി. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ആകെ 49 കിലോയും എൻ്റെ വൈഫിന് 60 കിലോയും ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അത്രത്തോളം മെലിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഒട്ടും ഒരു ആരോഗ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഫിസിക്കൽ ഘടന തന്നെ ദൈവം എനിക്ക് മാറ്റി തന്നു ഒത്തിരി. കാരണം എൻ്റെ പഴയ ഫോട്ടോ ഞാൻ ഇപ്പോഴും എടുത്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഇത് ഞാൻ തന്നെ ആയിരുന്നോ എന്ന്. ഇപ്പോൾ ദൈവം എന്നെ ഇത്രത്തോളം മാറ്റിയല്ലോ എന്ന് ഞാൻ തന്നെ പല സമയങ്ങളിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വളരെ നല്ല സൗന്ദര്യമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഭാവി വധുവിനെ ദൈവം എനിക്ക് നൽകി. 2 കുഞ്ഞുങ്ങളെ എനിക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട 2 പൈതങ്ങളെ നൽകി. എനിക്ക് നാട്ടില് നല്ലൊരു ഭവനം എനിക്ക് അവിടെ ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നു. ഇതിനകത്തെല്ലാം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ആലത്തൂര് പെരുങ്കുളം എന്ന് പറഞ്ഞ ആ ദേശത്തുള്ളവരെല്ലാം ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഒരു സമയത്ത് ഇവർ നശിച്ചു പോയി, ഇവർ ഇനി ഉയരത്തില്ല എന്ന് ചിന്തിച്ചവർ. കാരണം അവരുടെ മുമ്പിൽ ആർക്കും നമ്മൾ ഒരാളെ അകമഴിഞ്ഞ് സഹായിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒത്തിരി കടഭാരത്തിലും ഒത്തിരി പ്രയാസങ്ങളിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലരും ഇനി ഇവർ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ ഇവർ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യാം, ഇങ്ങനെയൊക്കെ പലരും കാരണം ഇതിനുശേഷം എന്നോട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ദൈവം അവിടെ നിന്ന് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങളുടെ ദേശത്തിലുള്ളവർ തന്നെ ഞങ്ങളെ സാക്ഷ്യം പറയും. ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾ പോയി കഴിയുന്ന നേരത്ത് എൻ്റെ സനൂപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഒരു വ്യക്തിയും അവൻ നശിച്ചു പോയി എന്ന് പറയത്തില്ല. കാരണം അവരുടെ മുമ്പിലാണ് ദൈവം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത്. അവരുടെ മുമ്പിൽ ദൈവം ഞങ്ങളെ മാനിച്ചു കൊണ്ടുവന്നത്. ആ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഇന്നും അവിടെ എല്ലാവർക്കും, ഞങ്ങളുടെ അയൽവക്കക്കാർക്കായിക്കോട്ടെ ആ ദേശത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം സനൂപിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു കൊടുത്ത മാറ്റങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു സാക്ഷ്യം ഞങ്ങളുടെ ദേശത്ത് ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ ബാംഗ്ലൂര് ഞാൻ വന്നു. കാര്യങ്ങളെല്ലാം ഞാൻ ബിസിനസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വീണ്ടും ബദേലേജിയിലേക്ക് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ബാംഗ്ലൂര് ബിസിനസ് എല്ലാമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷം ബദേലേജി സഭയുമായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് അവിടുത്തെ ഒരു മെമ്പറായിട്ട് ഞങ്ങൾ ആകുവാനും അവിടെ ഒത്തിരി കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാനും ഇടയായി തീർന്നു.
അങ്ങനെ അവിടെ വെച്ച് ദേവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ, എൻ്റെ ബിസിനസ് കാര്യങ്ങളിലെല്ലാം ഒരു ഉയർച്ച വന്നത് ഭയങ്കര ഒരു വ്യത്യസ്തമായിരുന്നു. ഒരു ഒരു സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ദേവദാസന്മാർ വന്ന് പ്രാർത്ഥിക്കും കാര്യങ്ങൾ ചെയ്തതോടെ എൻ്റെ ആ ഗ്രാഫിന്റെ ലെവല് മുകളിലേക്ക് പോകുവാൻ ഇടയായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം എനിക്ക്, അനേക ബിസിനസ് കാര്യങ്ങൾ, വലിയ വലിയ ഒത്തിരി കോണ്ടാക്റ്റുകൾ കാര്യങ്ങളെല്ലാം ദൈവം തന്നപ്പോൾ ആ ബാംഗ്ലൂർ ദേശത്ത് തന്നെ ദൈവകൃപയാൽ എനിക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥലം മേടിക്കുവാൻ ഇടയായി. പെട്ടെന്ന് ഒത്തിരി പേര് ബാംഗ്ലൂരിന്റെ പട്ടണത്ത് വന്ന് കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ നല്ലൊരു ഒരു ഒരു സ്ഥലം എനിക്ക് മേടിക്കുവാൻ ഇടയായി. അത് മാത്രമല്ല, അതിനുശേഷം ദൈവം എനിക്ക് നല്ലൊരു ഭവനം, ബാംഗ്ലൂർ സ്വന്തമായിട്ടൊരു ഭവനം നൽകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനിടയായി തീർന്നു. എനിക്കത് വാക്കുകൾ പറഞ്ഞാൽ കഴിയത്തില്ല, അത്രത്തോളം. കാരണം ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നന്മകളെല്ലാം യേശുക്രിസ്തു തന്നിരിക്കുന്ന നന്മകളാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മകളാണ്. അല്ലാതെ എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടോ പുകഴ്ച കൊണ്ടോ ഒന്നുമില്ല. കാരണം 10ാം ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കൊണ്ട് തോറ്റ ഒരു വ്യക്തിക്ക് സ്വന്തം കഴിവിനാൽ ഒരിക്കലും ഉയർന്നു വരാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ദൈവം ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുവാനിടയായി. അങ്ങനെ ഞങ്ങൾ മിനിസ്ട്രിയിലായിക്കോട്ടെ, ഞങ്ങൾ അനേക സ്ഥലങ്ങളിൽ പോകുവാനും യേശുക്രിസ്തുവിന്റെ ഞങ്ങൾക്ക് ചെയ്ത നന്മകൾ, എന്നെ പോലെ ഒരുപാട് പേര് എൻ്റെ യേശുവിനെ അറിയുന്നതിന് മുമ്പുള്ള ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്തേക്ക് പോകുവാനും, ഒരാളോട് ഞങ്ങൾ മതം മാറുവാനോ ഇത് പറയത്തില്ല. കാരണം മനമാണ് നമ്മൾ മാറേണ്ടത്. നമ്മൾ യേശുക്രിസ്തു എന്നുള്ള ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, എൻ്റെ നാട്ടിലുള്ളവരും എൻ്റെ കുടുംബക്കാരും എല്ലാവരുടെയും കാണുകയാണ് ഞാൻ വളർന്നു വന്നത്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം അവർ കണ്ടവരാണ്. ആ കണ്ടവരുടെ മുമ്പിൽ വെച്ച് യേശുക്രിസ്തുവാണ് ഞങ്ങളെ അനുഗ്രഹിച്ചതെന്ന് അവർ വരെ സാക്ഷിയാണ്. അങ്ങനെ ഒരു സാക്ഷിയുള്ള ഞാൻ, എനിക്ക് കിട്ടിയ സമയങ്ങളിൽ ഞാൻ മറ്റുള്ളവരോടും, ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരോടും, ഇങ്ങനെ കഷ്ടപ്പാടിലൂടെ പോകുന്നവരോടും, ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായിരിക്കുന്നവരോടും ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുവാനിടയായി തീരും. അങ്ങനെ പറയുമ്പോൾ അവർക്കതിലൂടെ സന്തോഷം ലഭിച്ച് അങ്ങനെ യേശുവിനെ സ്വീകരിക്കുന്നവരും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഞാനും ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തിന്റെ ആ ഒരു സ്നേഹം ഞാൻ പറയുകയാണ്. പ്രത്യേക ഡാനിയൽ ജോൺ പാസ്റ്റർ ഓർത്തോട്ടുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അപ്പ ഒരിക്കൽ കൂടെ ദൈവമേ, ഹല്ലേലൂയ, അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത്രത്തോളം സമയം എൻ്റെ ഒരു സാക്ഷ്യ ജീവിതം ഇവിടെ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവമേ, ഹല്ലേലൂയ, ഇത് കേൾക്കുന്ന ഹല്ലേലൂയ ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലും ദൈവമേ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണമേ. ആരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ ഇല്ല കഷ്ടപ്പാടിലോ ദുഃഖത്തിലോ സമാധാനമില്ലാത്തവരോ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റം, എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന മാറ്റം അവരുടെയും ജീവിതത്തിലും കുടുംബത്തിലും അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവമേ, ഹല്ലേലൂയ, അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് നൽകുന്നു. എല്ലാം യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. താങ്ക് യു പ്രിയ സഹോദരൻ അനൂപ്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലൊരു സാക്ഷ്യം പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. അനുഭവങ്ങളില്ലാത്ത ഒരു വ്യക്തിക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയാൻ കഴിയുകയില്ല. ഇത്ര മനോഹരമായ നിലയിൽ ഈ സാക്ഷ്യം രൂപപ്പെടണമെങ്കിൽ അത്രയേറെ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഇടയായിത്തീരും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അധികം പ്രചാരത്തിലില്ലെങ്കിൽ പോലും നേരത്തെ ഒക്കെ ഗ്രാമങ്ങളിലൊക്കെ ഇഷ്ടിക ചൂളകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടിക ചൂളകൾ, അതുപോലെ ഓട് കമ്പനികൾ. പ്രധാനമായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു വ്യവസായമാണ് ഇഷ്ടിക ചൂള. ഈ ഇഷ്ടിക ചൂളകളിൽ
ഇഷ്ടികകളൊക്കെ ആ, പല പ്രോസസ്സുകളിലൂടെയാണ് അത് മനോഹരമായ നിലയിൽ ഉപയോഗപ്രദമായി തീരുന്നത്. ആദ്യം അത് ഒരു സ്ഥലത്ത് നിന്ന് അതിന് യോജിച്ചതായ മണ്ണ് വെട്ടി അത് കൊണ്ടുവന്ന് അതിനകത്തെ വലിയ കല്ലുകളും മറ്റുമൊക്കെ മാറ്റിയതിന് ശേഷം അത് ചില ദിവസങ്ങളിലേക്ക് അത് പൊടി ആക്കി മാറ്റി അതിനെ പല പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ട് അവസാനം അത് നല്ല ഒരു ക്രീം പരുവത്തിലേക്ക് അതിനെ കുഴച്ച് മാറ്റി പിന്നീട് അതിൻ്റെ ഡൈക്കകത്തൊക്കെ അതിനെ കയറ്റി വിട്ടതിന് ശേഷം പിന്നെ ഉണങ്ങാൻ വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് തീരുന്നില്ല. അപ്പം ഈ സമയത്തൊക്കെ ആ ഇഷ്ടികയുടെ നിറമെന്ന് പറയുന്നത് കറുപ്പ് കളറാണ്. എന്നാൽ വെയിൽ കൊണ്ടതിന് ശേഷവും അതിൻ്റെ നിറത്തിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അവിടെ നിന്ന് അത് ഇഷ്ടിക ചൂളയിലേക്ക് അത് പോകുന്നു. ആ ഇഷ്ടിക ചൂളയിൽ ചില ദിവസങ്ങൾ അത് അടുക്കി വയ്ക്കുകയും അതിൽ വലിയ തീയുടെ അനുഭവത്തിലൂടെ ആ ഇഷ്ടിക ഒരുമിച്ചിരുന്ന് വെന്ത് 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 അത് അതിൻ്റെ നിറം മാറുന്നു, അതിൻ്റെ ഗുണം മാറുന്നു, അതിൻ്റെ എല്ലാ വിധത്തിലുള്ളതായ രൂപത്തിനും മാറ്റം വരുന്നത് കാണുവാനിടയായി തോന്നുന്നുണ്ട്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ തീയൊക്കെ അണഞ്ഞ് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ മാറ്റിക്കഴിഞ്ഞ് ചാരമൊക്കെ നീക്കി നമ്മൾ അതിൽ നിന്ന് ഒരു ഇഷ്ടിക എടുത്ത് നോക്കിയാൽ അതിൻ്റെ നിറം മാറിയിട്ടുണ്ട്. നേരത്തെ അത് കറുപ്പായിരുന്നു, ഇപ്പോൾ അത് ചുവപ്പ് കളറിലേക്ക് മനോഹരമായി വന്നു. അതിലിങ്ങനെ ഒന്ന് കൊട്ടി നോക്കിയാൽ ചെമ്പ് പാത്രത്തിൽ കൊട്ടുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാം, നല്ല മണിമണിയായുള്ള ശബ്ദം കേൾക്കാം. നേരത്തെ ഈ ഇഷ്ടിക എടുത്ത് എറിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുമായിരുന്നു. ഇപ്പോൾ ഈ ഇഷ്ടിക എടുത്ത് എറിഞ്ഞാൽ പോലും പൊടിയാത്ത നിലയിൽ അത് വളരെ കട്ടിയുള്ളതായി മാറി. ഇപ്പോൾ ഈ ഇഷ്ടിക ആ സ്ഥലത്ത് നിന്നും അടുത്തൊരു സ്ഥലത്തേക്ക് യാത്രയാകുക, ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമായി തീരാൻ വേണ്ടിയിട്ട് അത് മാറ്റപ്പെടും. അതേസമയം അതിനോടുകൂടെ പണിയപ്പെട്ടതായ രൂപപ്പെട്ടതായ ഒരുപാട് ഇഷ്ടികകൾ ആ ഗ്രൗണ്ടിൽ അവിടെ ചിന്നിച്ചെതറി കിടക്കും, ഒടിഞ്ഞു കിടക്കും. ആ പീസുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അതിന് നിറത്തിന് മാറ്റം വന്നിട്ടില്ല, അതിൻ്റെ ഗുണത്തിന് മാറ്റം വന്നിട്ടില്ല, അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. അത് അവിടെ പൊടിഞ്ഞു കിടക്കുന്നതായി കാണാൻ കഴിയും. കാരണം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതിന് വേണ്ടുന്നതായ ചൂട് തട്ടിയിട്ടില്ല, അതിന് വേണ്ടുന്നതായ തീയ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഇഷ്ടിക വേണ്ടതുപോലെ ഉറപ്പായി തീരുവാനോ അതിന് നിറത്തിന് മാറ്റം വരുവാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ഉപയോഗശൂന്യമായിട്ട് ഇനി അത് റീക്രിയേഷൻ ചെയ്യാനും പറ്റത്തില്ല. അതിനെ ഇനി ഒന്നിനും കൊള്ളത്തില്ല. അതവിടെ വേസ്റ്റായിട്ട് അവിടെ തള്ളിക്കളയുന്നത് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്ന് ഈ സാക്ഷ്യം ഈ ഒരു നിലയിൽ ഇവിടെ പ്രസ്താവിക്കണമെങ്കിൽ അതിനുവേണ്ടി കൊടുത്ത വില, കടന്നുപോയതായ ആ പന്താവുകളെന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലിയ വില കൊടുത്തിട്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും പാലക്കാട്ട് നിന്നും ബാംഗ്ലൂരിലേക്കും ഉത്തർപ്രദേശിലേക്കും ഗൾഫിലേക്കും വിവിധ ഇടങ്ങളിൽ മാറി 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 സഞ്ചരിച്ചു. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആ സഭയുടെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭിത്തിയോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ദൈവം കൊണ്ടുവന്ന ആ അനുഭവങ്ങളെന്ന് പറയുന്നത്, അത് തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടതയുടെ അനുഭവങ്ങളായിരിക്കാം. പക്ഷേ ഇന്ന് അത് ഏറ്റവും ശ്രേഷ്ഠമായി, ഏറ്റവും അനുഗ്രഹമായി തീർന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുവേണ്ടി കൊടുത്ത വില, അനുഭവിച്ച കഷ്ടത വളരെ വലുതാണ്. തീച്ചൂളയുടെ അനുഭവങ്ങൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. തീച്ചൂളയുടെ അനുഭവങ്ങൾ അത്ര സുഖകരമായ ഒന്നല്ല. എന്നാൽ അതിൻ്റെ അവസാനം, സങ്കീർത്തനക്കാരൻ ദാവീദിൻ്റെ തിരുവെഴുത്തുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കും: നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന തീച്ചൂളയുടെ അനുഭവത്തിലൂടെ
നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ എല്ലാ അഴുക്കും കളഞ്ഞ് നമ്മെ പൊന്നുപോലെ യജമാനൻ്റെ കയ്യിൽ പ്രയോജനമുള്ള ഒരു പാത്രമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. പ്രിയ കർത്താവിൻ്റെ ദാസൻ സനൂപിനെ ആത്മീയമായും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാ മേഖലകളിലും ദൈവം ഇന്ന് ആദരിച്ചു അനുഗ്രഹിച്ചിരിക്കുന്നു. അത് മുഖാന്തരം അനേക പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമായി തീരുവാനും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവനാമം ഇനിയേറെ പ്രിയ സഹോദരനിലൂടെ മഹിമപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഗ്രഹമായി തീരും എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. മദ്യത്തിന് അടിമയായി തീർന്ന പ്രിയ പിതാവ് മാതൃകയില്ലാതെ ജീവിതം നയിച്ചപ്പോൾ പ്രിയ തലമുറയും അതേ അവസ്ഥയിൽ വലിച്ചിഴക്കപ്പെടുവാൻ പിശാച് കെണികൾ ഒരുക്കി. മദ്യവും മയക്കുമരുന്ന് മറ്റിതര പാപത്തിൻ്റെ വഴികളിലേക്ക് പിശാച് തള്ളിവിട്ട് ആ കുടുംബത്തെ തകർത്ത് കളയുവാൻ, നശിപ്പിക്കുവാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് പ്രിയ സഹോദരൻ സനൂപ് ഇന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ ഇടയായി തീർന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ചർച്ചയിൽ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ മക്കളോ ബന്ധുക്കളോ നിങ്ങൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോ ഒരുപക്ഷെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും പാപത്തിൻ്റെതായ മ്ലേച്ഛതകളിലും വലിച്ചഴിക്കപ്പെടുന്നു എങ്കിൽ അത് ദൈവത്താലല്ല പിശാചിനാൽ സംഭവിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് നാം സുബോധമുള്ളവരായി തീരുവാൻ തയ്യാറാകുമെങ്കിൽ, ചില പ്രിയപ്പെട്ടവരെങ്കിലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആ വ്യക്തിയെ തക്ക സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് ദൈവം ഒരുക്കിയെടുക്കുവാൻ ഇടയായിത്തീരും. എന്നും തീച്ചൂളയുടെ അനുഭവമായിരിക്കുകയില്ല, എന്നും കഷ്ടതയുടെ അനുഭവമായിരിക്കുകയില്ല, എന്നും ആ നിന്ദയുടെയും അവമാനത്തിൻ്റെയും അനുഭവത്തിൽ ആയിരിക്കുകയില്ല. അതിൽ നിന്നൊക്കെയും ദൈവം മടക്കി വരുത്തുന്ന, വിടുവിക്കുന്ന ഒരു ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ലഹരി വസ്തുക്കളുടെ അടിമയിൽ നിന്ന്, പാപത്തിൻ്റെ വഴികളിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരൻ സനൂപിനെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. എല്ലാം നശിച്ചു, എല്ലാം അവസാനിച്ചിടത്ത് നിന്നാണ് ആമേൻ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ആമേൻ ദൈവം കൊടുത്തതായ ഒരു പുതുജീവിതം ഇന്ന് വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നല്ലോ. ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് നമ്മുടെ കർത്താവിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് വളരെ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി 9 മണി മുതൽ വിശേഷ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.